So audience question, നമ്മുടെ സ്പോൺസർ ബെസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സ്പോൺസർ ആയ ലുഡീസിന്റെ ഗിഫ്റ്റ് ഉണ്ട്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഷോ നിങ്ങൾ രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്യണം ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത്. സോ വിൽ ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നജാഫിൻ്റെതാണ്. നജാഫ് ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നജാഫിന് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. Okay, hi Shajil, how are you? Oh, fine, good Najaf. Good. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ ഷാജിൽ, എന്റെ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് യു ആർ ആർഗ്യൂബിളി ദ മോസ്റ്റ് ടാലന്റഡ് ക്രിക്കറ്റർ ഹു നെവർ പ്ലേഡ് ഫോർ കേരള. അതായത് ഷാജിലിന്റെ സ്കിൽ അറിയണമെങ്കിൽ ഷാജിലിന്റെ നമ്മളിപ്പോ തലശ്ശേരിക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിപ്പം ഞാൻ PG മുതലേ 10-12 വർഷത്തോളം ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ക്രിക്കറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരുന്നു. അവർക്കൊക്കെ തലശ്ശേരി എന്ന് പറഞ്ഞാല് ഷാജിൽ ഉടനെ വരും. ഷാജിലിനെ അറിയാമെന്നാ ചോദിക്കാൻ. കാരണം അത് ഇപ്പൊ സുനിൽ ആയാലും സുധീർ ആയാലും ആരായാലും ഫസ്റ്റ് ചോദിക്കാൻ ഷാജിലിനെയാണ്. സോ യു ഹാവ് ടു ഡിസൈഡ് ബിറ്റ്വീൻ അക്കാഡമിക്സ് ആൻഡ് ക്രിക്കറ്റ് ആൻഡ് യു ഡിസൈഡ് ടു ഗോ ഫോർ അക്കാഡമിക്സ്. ഇപ്പോ ആ ഒരു ഡിസിഷനിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ബേസിക്കലി എനിക്കൊരു അതൊരു ഇപ്പോഴും ഞാൻ പറയാ ഒരു എന്താ പറയാ എത്തിപ്പെടാതെ ഒരു നഷ്ടപ്പെട്ട ഒരു സ്വപ്നമാണ്. എന്താ പറയാ ബേസിക്കലി അവിടെ രഞ്ജി ട്രോഫി കളിക്കുന്ന ഏതൊരാളുടെ ഒരു ഡ്രീംസ് ആണ്. അപ്പം നമ്മുടെ നമ്മളെ അപ്രോച്ച്, അന്നത്തെ നമ്മുടെ കളിയുടെ അപ്രോച്ച് വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു അഗ്രസീവ് ആയിട്ടാണ് കളിക്കുന്നത്. സ്റ്റേറ്റ് ലെവലിൽ കളിക്കുമ്പോൾ നമ്മുടെ അപ്രോച്ച് ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും. ബാബു സർ പണ്ടേ നമ്മള് കുറച്ച് ഡിഫെൻസീവ് ആവണം, കുറച്ച് കൂടി ലോങ് ഇന്നിങ്സ് കളിക്കണം. അങ്ങനെ കളിക്കുമ്പോൾ നമ്മളെ കളി ടാലന്റ് മാറ്റുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മള് പെട്ടെന്ന് അധികം സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ്, സുല്ലാജിസ് ആൻഡ് ഓൾ അവരെ പെട്ടെന്ന് സ്റ്റേറ്റ് കഴിഞ്ഞാൽ തന്നെ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു. ചെന്നൈയിലേക്ക് മൂവ് കഴിഞ്ഞാൽ അവരെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 3-day മാച്ചും 2-day മാച്ചും കളിച്ച് അവർക്ക് നല്ല എക്സ്പീരിയൻസ്. So they know how to build, long innings. അത് അവരുടെ കോൺട്രിബ്യൂഷൻ, അവർക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. ഇല്ല, എനിക്കറിയാം അത് വളരെ മിസ്സായതാണ്. നമുക്ക് ടാലന്റ് ഉണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്, കളി എല്ലാ സ്കിൽസും ഉണ്ട്. ബട്ട് എന്താ പറയുക ഒരു എലിജിബിലിറ്റി കാറ്റഗറി വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് മാച്ച് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എടുക്കും. മാച്ചിൽ സ്റ്റേറ്റ് മാച്ച് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഷാജിൽ ഭായിനെ പോലെ ഞാൻ കണ്ടത് ഒന്ന് സുധീറിനെയായിരുന്നു. സുധീർ ഓയാസിസ് ഇതേപോലെ നല്ല സ്കില്ലുണ്ട്, പക്ഷെ സ്റ്റേറ്റ് ലെവലിൽ എത്തിപ്പെട്ടില്ല. പക്ഷെ രണ്ടുപേരും അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പോ സക്സസ്ഫുൾ ആണ്, ലൈഫിൽ സക്സസ്ഫുൾ ആണ്. ആസ് എ ക്രിക്കറ്റർ ദേ ആർ ബോത്ത് എൻജോയിങ് ദ ക്രിക്കറ്റ്. ബട്ട് ആ ഒരു ക്രിക്കറ്റിന്റെ ഹയർ സ്റ്റേജ് എത്താൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ യു ആർ വെരി സെലിബ്രേറ്റഡ് പേഴ്സണാലിറ്റി ഇൻ തലശ്ശേരി അറ്റ്ലീസ്റ്റ്. ഹലോ Najaf, Shahzin, we've lost. You can go to the second question. അനീഷ് ബാബു, പരിചയമുണ്ടോ? നജാഫ് സൗദി ആണോ? അതെ അതെ, പറയൂ. നിങ്ങളെ അയൽവക്കത്ത് വ്യാപ്ല. അല്ല, അതിനു മുമ്പ് ബാബുക്ക, നജാഫ് പറഞ്ഞൊരു കാര്യമാണ്. ഉള്ളതോന്ന് എനിക്കറിയില്ല, നജാഫ് തള്ളിയതാണോന്ന് അറിയില്ല. ബാബുക്കനെ ഫസ്റ്റ് ബോളില് ഒരു ടൂർണമെന്റിൽ ഔട്ടാക്കിയിരുന്നു നജാഫ് ക്ലെയിം. ഓർമ്മയുണ്ടാവില്ല. അതായത് ഞാൻ പറഞ്ഞ ലേറ്റ് 90s തലശ്ശേരി റെയിൽവേ കണ്ടത്തിലുണ്ടായിരുന്ന ഒരു ടൂർണമെന്റ്. സാഫർ നിങ്ങളൊക്കെ കൂട്ടിട്ട് ഒരു ടീം ഇറക്കിയതാ. അപ്പൊ നമ്മളെ ക്യാപ്റ്റൻ ഈ കൂട്ടത്തിലുണ്ട്, ഹാഷിമിന്റെ ടീമിലെ. അതെ അതെ, ഡോട്ട് കമ്പ്യൂട്ടേഴ്സ്, ഹാഷിമിന്റെ ടീമില്. അപ്പൊ അനീഷ് ബാബു, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നിങ്ങളെ ടാലന്റും നിങ്ങളെ സ്റ്റൈലും വെച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരത്തെ ജനിച്ചു പോയെന്ന് ഇപ്പോഴെങ്കിൽ തോന്നിയിട്ടുണ്ടോ? അതായത് ഈ സമയത്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഈ സമയത്ത് കിട്ടുന്ന ആ എക്സ്പോഷർ ഇപ്പോഴായിരുന്നു നിങ്ങൾ പീക്കിലുള്ളതെങ്കിൽ ഡു യു തിങ്ക് യു ക്യാൻ മേക്ക് ഇറ്റ് ബിഗർ? ഇല്ല, ഇതിപ്പോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ലെവലാണ്. ഇപ്പൊ നമ്മള് തലശ്ശേരിയിൽ നമുക്ക് ഒരു പേരുണ്ട്. ഇപ്പൊ നമ്മള് ഡിസ്ട്രിക്ട് എന്ന് സോണലിൽ പോകുമ്പോൾ അവിടെ കുറെ എല്ലാ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ വരും. സോണലിൽ നിന്ന് മാറി സ്റ്റേറ്റിലേക്ക് പോകും. സ്റ്റേറ്റിലേക്ക് പോകും പിന്നെയും ടഫായി. പിന്നെ സ്റ്റേറ്റിൽ നിന്ന് സൗത്ത് സോണിൽ പോകും. സൗത്ത് സോണിൽ പിന്നെയും ടഫായി. അവിടെ എല്ലാ സ്റ്റേറ്റ്സിലെ നല്ല ബെസ്റ്റ് പ്ലേയേഴ്സാണ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം ലക്കാണ്. നമുക്ക് ടാലന്റ് ഉണ്ട്. നമ്മളൊരു നല്ല മാച്ച്, ഒരു 4-5 മാച്ചസ് അടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. ഓക്കെ,
അല്ലാതെ ഇപ്പൊ ഫാവിദ് ഫാറൂഖ് നല്ല എക്സലന്റ് ആയി ബാറ്റ് ചെയ്യുന്നുണ്ട്, എക്സലന്റ് ആയി ബോൾ ചെയ്യുന്നുണ്ട്. സൽമാൻ നിസാർ എല്ലാം ഓൾ ഇന്ത്യ ലെവലിൽ പോയിട്ട് എല്ലാം ബാറ്റ് ചെയ്യുന്നുണ്ട്. അക്ഷയ് ആയാലും എല്ലാം. പക്ഷെ അവര് പെട്ടെന്ന് IPL കയറാൻ പറ്റില്ല. ഈവൻ വൺ ഡേ പ്ലേയേഴ്സ് പോലും നല്ല നല്ല പ്ലേയേഴ്സ് എല്ലാം പുറത്താണ്. It's not an easy thing. True. Okay. Yeah. It's not an easy thing. It's very tough. ഇനിയിപ്പൊ നമുക്ക് ഒന്ന് ഹോപ്പ് ചെയ്യാ ഫാബിദ അല്ലെങ്കിൽ അക്ഷയ അല്ലെങ്കിൽ സൽമാൻ ആരെങ്കിലും കയറിയാണെങ്കിൽ നമുക്ക് അതിലൊരു ഭയങ്കര പ്രൗഡായിരിക്കും. ഫാബിദിന്റെ കാര്യത്തില് ഓരോ IPL ഓപ്ഷൻ വരുമ്പോൾ ഫാബിദിനെ കണ്ടി ടെൻഷൻ നമ്മളെ പോലത്തെ ആൾക്കാർക്കാണ്. ഇവന് കേറുന്നുണ്ടോ നോക്കിയിട്ട് നമ്മളൊക്കെ ശരിക്കും ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ആയിട്ടില്ല, കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നു. അതിലൊരു കാര്യം പറയാനുള്ള എന്താണെന്നറിയോ, ഫാറൂഖ് ഫാവിദിന്റെ ഫാദർ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു. ഓക്കെ. ആ സമയത്ത് ഞാൻ കളിക്കുമ്പോൾ ഫാറൂഖ് എപ്പോഴും പറയുന്നത് എന്റെ മകനെ ക്രിക്കറ്റർ ആക്കും എന്നുള്ള ആ ഒരു ഡെഡിക്കേഷനിലാണ് പുള്ളി പോയത്. ഇന്ന് ഫാബിദ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഉപ്പാക്ക് ഒരു നല്ലൊരു പ്രൗഡ് മൂമെന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഇന്റർനാഷണൽ കളിക്കാൻ, നിങ്ങൾ 3 പേരും വളരെ ടാലന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് 3 പേരും. ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും കിട്ടും. ഓരോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോഴും അതിനെ യൂട്ടിലൈസ് ചെയ്യാം. താങ്ക്സ് നജാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസോയുടേതാണ്. ജസോയും ലൈനിലുണ്ട്. ജസോ അൺമ്യൂട്ട് ചെയ്തിട്ട് യു കെൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ. എന്റെ ക്വസ്റ്റ്യന് നമ്മളെ സൂപ്പർ സ്റ്റാർ ഷാജിലേട്ടനോടാണ്. ഷാജിലേട്ടനെ കുറിച്ചിട്ട് എപ്പം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഷാജിലേട്ടന് ഏത് പാതിരാത്രിക്കും ഉണ്ടായിട്ട് ഫസ്റ്റ് ഓപ്പണിംഗ് ഇറക്കി കഴിഞ്ഞാല് ഷാജിലേട്ടൻ ഫസ്റ്റ് ബോൾ 6 അടിക്കും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അപ്പോ പിന്നെ നമ്മളെ ടീമിന് തന്നെ വേണ്ടിയിട്ട് ഒരുപാട് നല്ല പെർഫോമൻസസ് ഇതുവരെ ഉണ്ടായിരുന്നു. നമ്മളെ പെർഫോമൻസസ് എപ്പോഴും കണ്ടിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, ഇത്രയും ക്രിക്കറ്റ് ഏത് ടൈമില് ഞാൻ വിളിക്കുമ്പോൾ ഷാജിലേട്ടൻ പറയും ഇന്ന് എനിക്ക് CBIന്റെ മാച്ച് ഉണ്ട്, CBIന്റെ മാച്ച് ഉണ്ട്, ഇന്ന് എനിക്ക് മറ്റേ വേറെ മാച്ച് ഉണ്ട്, ഇന്ന് മറ്റേ എവിടെ മാച്ച് ഉണ്ട്. ഏത് സമയം നോക്കിയാലും മാച്ചസ് ആണ്. ഏത് വീക്ക് ഡേ വിളിച്ചാലും വീക്കെൻഡിൽ വിളിച്ചാലും അങ്ങനെ ഏത് സമയത്ത് നോക്കിയാലും. പക്ഷെ ഈ ലോക്ക്ഡൌൺ പീരീഡ് വന്നപ്പോ ഷാജിലേട്ടന് ശരിക്കും കള്ളു കിട്ടാത്ത പോലെ കൈവറിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്തത്? ജസം പറഞ്ഞ പോലെ തന്നെ, ബിക്കോസ് ഞാൻ ഓൾവേസ് ബിസി ആയിരുന്നു. എല്ലാ ദിവസവും എല്ലാ മാച്ചസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബാങ്കിന്റെ മാച്ചസ് ഉണ്ടായിരുന്നു, പിന്നെ അധികം ക്ലബിന്റെ മാച്ചസ് ഉണ്ടായിരുന്നു. അധികം ഇവർ പറഞ്ഞ ചില മീറ്റിങ്ങിലൊന്നും എനിക്ക് പോകാൻ പറ്റാണ്ടായിരുന്നു. കൊറോണ വന്നപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു 3 to 4 months ഒരു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു. എങ്കിലും വീട്ടിൽ നിന്ന് ഞാനും മോനും കൂടി ഇങ്ങനെ കളിക്കും, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കളിക്കും. ഒരു 3 months എങ്ങനെ മാനേജ് ചെയ്തു. ഇപ്പം കളി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് വൺ മോർ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഇത്രത്തോളം കളിക്കാൻ പറ്റിയത് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വൈഫാണെങ്കിലും കളിയെ പറ്റി അധികം ഇല്ലെങ്കിലും പക്ഷേ വളരെ സപ്പോർട്ടീവ് ആണ്. എൻ്റെ വളരെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അപ്പൊ അമ്മയാണ് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ. ബിക്കോസ് every Friday she will call me, evening after evening college ചോദിക്കും, ഷാജിൽ എന്താ മാച്ച് ചോദിക്കും. ചോദിച്ചോ എത്രയാണ് സ്കോർ ചെയ്തതെന്ന് ചോദിക്കും. സോ അപ്പൊ സ്കോർ ചെയ്തിട്ട് ഓക്കെ ഒരു നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഐ നോ ഷീ വിൽ ബി ഹാപ്പി. അല്ലെങ്കിൽ അവർക്കറിയാം ഷീ ഈസ് നോട്ട് ഹാപ്പി. അപ്പം ആ ഒരു മോട്ടിവേഷൻ എനിക്കറിയാം. ആ ഒരു എപ്പോഴുള്ള കോൾ ഡെഫിനറ്റ്ലി ഐ മോട്ടിവേറ്റിംഗ് മീ ടു കണ്ടിന്യൂ ക്രിക്കറ്റ്. ഏത് സമയത്താണെങ്കിലും ക്രിക്കറ്റ് കളിക്കണമെന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഇത്രത്തോളം ഒരു പാഷൻസും ഫാമിലി സപ്പോർട്ടും ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റിയത്. ഇപ്പോഴും ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലി സപ്പോർട്ട് തന്നെ. ഈ കൊറോണ സമയത്ത് ഞാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു മാനേജ് ചെയ്യാൻ. ബട്ട് നൗ ദ മാച്ചസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. സോ ഐ ആം ഓക്കെ റൈറ്റ് നൗ. ജസോ ഓക്കെ അല്ലേ? താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ ജസോ. അപ്പം ഷാജിലേട്ടൻ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഏത് പാഷൻ ആണെങ്കിലും അത് നമുക്ക് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇസ് എ മസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റിയാസ് പൊന്മാൻചിയുടെ. റിയാസ് അൺമ്യൂട്ടഡ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഹലോ
എന്റെ ക്വസ്റ്റ്യന് നിങ്ങൾ രണ്ടാളും അതായത് പ്രത്യേകിച്ച് ബാബു ഷാജിൽ എന്റെ കുറച്ച് ജൂനിയർ ആണ്. യു ബോത്ത് റേറ്റഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റേഴ്സ് ഓഫ് കേരള അൺഡൗട്ടബ്ലി. സ്റ്റിൽ ഐ റൈറ്റ് ബാബു ആസ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ എവർ പ്രൊഡ്യൂസ്ഡ് ടെലിച്ചറി. പക്ഷെ നിങ്ങൾ രണ്ടാളും ഫസ്റ്റ് ക്ലാസ് ലെവലിൽ കളിച്ചില്ല. നജഫ് ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ വേറൊരു ഇതാണ്. I want to know I want to hear from both of you that what was the one thing lacking in you? You both didn't make it to the first class level, and what advice you will give the youngsters to repeat the mistake you would have done, not to repeat that mistake. So what is your advice will be the youngsters, and what is the one thing you were lacking, why you didn't make it to the first class cricket level, in your opinion? I want to hear from both of you. Okay, ഞാൻ പറയണോ ഷാൽ പറയണോ? രണ്ടാളും പറയും. മമ്മു, എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഭയങ്കര ഒരു ജോളി ക്യാരക്ടർ ആയിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല ഒന്നും. ഷാജിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. എല്ലാം വരുന്ന സ്ഥലത്ത് കാണാം. അതായിരുന്നു എന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം എല്ലാ തവണ എനിക്ക് എന്താ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഐ പാഷൻ സ്റ്റേറ്റ് കളിക്കണം, എങ്ങനെയെങ്കിലും അതിനുള്ള പെർഫോമൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡ്. അതിന് നമുക്കൊരു ഗോഡ് ഫാദർ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ആബൂക്ക ഉണ്ടായിരുന്നു. പിന്നെ ആബൂക്ക നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാനും ഇതൊക്കെ ചെയ്യാന്നല്ലാണ്ട് പുള്ളിക്ക് ടെക്നിക്കലി പറഞ്ഞു തരാനും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എന്റെ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുക. ഇന്ന് പഴയതുപോലെയല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എവിടെ വളരെ ഉയരത്തിൽ എത്തപ്പെടാം. ക്രിക്കറ്റിൽ നിങ്ങൾക്ക് പേര് കിട്ടും. നമ്മളൊന്നും ഒന്നും കളിച്ചിട്ടില്ല, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ക്രിക്കറ്റിന്റെ ബേസിലാണ് അവരൊക്കെ കിട്ടിയത്. അപ്പം കളിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഡെഡിക്കേഷനോട് കൂടി, പാഷനേറ്റോടുകൂടി എപ്പോഴും പെർഫോം ചെയ്യാൻ വേണ്ടി കളിക്കുക. അതാണ് ഏറ്റവും നല്ല സംഭവം കുട്ടികൾക്ക്. ഹലോ, what about you, ഷാജിൽ? മാമു, ഹലോ, കേൾക്കുന്നില്ലേ? കേട്ടു. Let Shajil answer. കേൾക്കുന്നുണ്ടോ? Yes. ബാബുക്ക കേട്ടു. ബാബുക്കയുടെ ആൻസർ കേട്ടു. നെക്സ്റ്റ് ഷാജിലേട്ടൻ പറയാണ്. മമ്മുവിനെ കാണുന്നില്ലല്ലോ. Mamu, question still haunting me. അത് ഒരു unanswered question ആണ് എനിക്ക്. ബട്ട് എനിക്കറിയാം റീസൺ എന്താണെന്ന്. ബേസിക്കലി നമ്മൾ കളിച്ചു വളർന്നത് ബാബു പറഞ്ഞ പോലെ ബാബുവിനെല്ലാം കണ്ടിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ കണ്ടുവരുന്നത്. വളരെ കാഷ്വൽ അപ്രോച്ച്, നോട്ട് ഫോക്കസ്ഡ്. സ്റ്റേറ്റ് വരെ കളിക്കുക. സ്റ്റേറ്റിന് അപ്പുറത്ത് എന്തെന്ന് നമ്മൾ അധികം നമ്മൾ ചിന്തിച്ചിട്ടില്ല. സ്റ്റേറ്റ് വരെ കളിക്കണമെങ്കിൽ നമുക്കുള്ള ഒരു എന്താ പറയുക, ഒരു വൺ ഡേ മാച്ച് പെർഫോമൻസ് മതി. സ്റ്റേറ്റ് കളിക്കാൻ. സോ അതുവരെ നമ്മൾ കളിച്ച ആ ലെവലിലെത്തി. ബട്ട് നമ്മൾ സ്റ്റേറ്റിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തെന്നുള്ള ചിന്ത നമുക്ക് അന്നേരം ആർക്കും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ് മാച്ചസ് കളിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രിക്കറ്റ് സ്റ്റൈൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അത് അപ്രോച്ചും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് എൻ്റെ കളിൻ്റെ സ്റ്റേറ്റ് വെരി അഗ്രസീവ് ആണ്. ഞാൻ അധികം അഗ്രസീവായിട്ട് ഞാൻ കളിക്കും. ബോളിനെ മെറിറ്റ് നോക്കി കളിക്കും, മെറിറ്റ് നോക്കിയിട്ട് തന്നെ കളിക്കുന്നത്. ബട്ട് സ്റ്റേറ്റ് ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ഒരു ലോങ് ഇന്നിങ്സ് കളിക്കേണ്ട ആ പേഷ്യൻസ് അത് ബിൽഡ് ചെയ്തെടുക്കണം. അത് എനിക്ക് ശരിക്കും ഒരു ലാക്കായിരുന്നു ആ ടൈമിൽ. അതുകൊണ്ട് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഐ ഫെയിൽ ടു സ്കോർ high runs in the state matches. That's one of the reason. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് പറയാനുള്ളത്, you need to look into എങ്ങനെ സ്കോർ ചെയ്യാനുള്ള, ഹൗ ടു മാക്സിമം ഒരു പിച്ചിൽ അങ്ങനെ നിൽക്കുക, എത്രത്തോളം നിൽക്കാൻ പറ്റും. then and stabilize your innings and build a partnership and perform your work. So ആ ഒരു അപ്രോച്ച് കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഡെഡിക്കേഷൻ ആയിരിക്കണം. അത് നിങ്ങളുടെ പേഷ്യൻസ് ബിൽഡ് ചെയ്തെടുക്കണം. അത് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് ഒരു 10 ബോൾ പോയിട്ട് ഒരു 30 runs എടുക്കുക, ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. അപ്പോൾ നമ്മളൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തെടുക്കുക, ഒരു ടീമാനായിട്ട് കളിക്കുക. അപ്പം അങ്ങനത്തെ ഒരു അപ്രോച്ചസ് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ എടുക്കണമെങ്കിൽ അത് ഷുഡ് ബി ഫോക്കസ്ഡ് ആയിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി ക്രിക്കറ്റ് ഈസ് എ മൈൻഡ് ഗെയിം, ഇറ്റ്സ് എ കാൽക്കുലേറ്റഡ് ഗെയിമാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം അനന്ത പത്മനാഭൻ ആൻഡ് സുനിൽ ആസിസ്, ദേ ആർ എക്സെപ്ഷണലി വെൽ. അത് അവരെ ഓരോ ഫീൽഡിങ്ങിലും അവർ ബാറ്റ് ചെയ്യുന്ന ബോളിങ്ങിലും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണണമെങ്കിൽ അത് ശരിക്കും അമേസിംഗ് ആണ്. അപ്പം സുനിൽ ആസിന്റെ കളി കണ്ടാൽ മനസ്സിലാവും അവൻ എങ്ങനെയാണ് ഏത് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 10 runs എങ്ങനെയാണ് സിംഗിൾ 10 runs എടുക്കുന്നത്. Then next focus on next phase 20 runs.
അങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി എടുത്തിട്ട് അങ്ങനെ കളിക്കണം. ദാറ്റ് വിൽ ബി ദ ഫോക്കസ്. ദാറ്റ് ഇസ് ദ വേ വി നീഡ് ടു ബിൽഡ് ദ ഇന്നിങ്സ്. ആ ഒരു ടെക്നിക്ക്, അങ്ങനെയുള്ള ഒരു ഫോക്കസിങ് ടെക്നിക്ക് നമ്മൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇത് ലോങ് ഇന്നിങ്സ് കളിക്കാൻ നോക്കണം rather than the ഷോർട്ട് പീരീഡ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള നല്ല ഒരു പ്ലേയേഴ്സിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനേതായ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതിൻ്റെതായ മാച്ച് പ്രാക്ടീസും നമ്മുടെ തലശ്ശേരിയിലും എല്ലായിടത്തും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് മൈ അഡ്വൈസ്. Excellent response. Thanks for the question, Mamuka. In fact, ഞാൻ ആൻസർ ചെയ്തില്ലേ? ഇൻഫാക്ട് ഷാജിലേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ് സൽമാനോടും ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ടായപ്പോ പറഞ്ഞത്. ലോങ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ്, പ്ലേ സെഷൻ ബൈ സെഷൻ, പ്ലേ ബോൾ ബൈ ബോൾ, പ്ലേ ഓവർ ബൈ ഓവർ, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് സൽമാനും പറയാൻ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് റിസ്വാന്റെ ക്വസ്റ്റ്യൻ ആണ്. ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഓൺലൈൻ. സോ റിസ്വാന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാബുക്കയാണ്. റിസ്വാൻ ഇസ് എ ബിഗ് ഫാൻ ഓഫ് യുവർ ബാറ്റിംഗ്. ബാബുക്ക നല്ലൊരു ഫ്ലാംബോയന്റ് ക്രിക്കറ്ററാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട് ഒരുപാട്. ക്വസ്റ്റ്യൻ ഇതാണ്, ബാബുക്കയുടെ ബാറ്റിംഗില് സ്റ്റൈലിഷ് ആകാന്നുള്ളത് ഒരു പ്രസിഡൻസ് എടുത്തു. അതായത് ഗ്രിറ്റി ഇന്നിങ്സ്, അഗ്ലി റൺസ് സ്കോർ ചെയ്യാൻ ബാബുക്ക റിലക്റ്റന്റ് ആയിരുന്നോ? എപ്പോഴും സ്റ്റൈലിഷ് ഷോട്ട്സ് മാത്രമേ കളിക്കുള്ളൂ, അപ്പം ഡിഫിക്കൽട്ട് പിച്ചസിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ്? ബാബുക്ക മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. ബാബുക്ക കേൾക്കുന്നില്ല. ഹലോ അപ്പോ കേൾക്കുന്നില്ല. അല്ലല്ലോ, മ്യൂട്ടല്ലല്ലോ, മ്യൂട്ടല്ലല്ലോ. ഓക്കെ പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാം. ഇപ്പൊ മ്യൂട്ടായി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ഞാൻ കളിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ വിക്കറ്റ് നോക്കിയിട്ടോ സൈഡ് സ്ക്രീൻ നോക്കിയിട്ടോ അല്ല കളിച്ചത്. ആ വരുന്ന ബോളറെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കളിക്കുക. പിന്നെ എന്റെ എന്ന് വെച്ചാൽ കൂടുതൽ റിസ്റ്റിയാണ്. ഞാൻ കുറെ കൂടി റിസ്റ്റിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ടൈം ചെയ്തിട്ടായിരുന്നു. ഒരു വലിയ വെറുതെ വാരി വലിച്ചടിക്കൂല. കുറച്ചേരം നിൽക്കും, പിന്നെ അടിക്കേണ്ട ബോൾ കിട്ടിയാൽ അടിക്കും തീർച്ചയായിട്ടും. അപ്പം ബോളറെ നോക്കിയിട്ടോ അല്ല വിക്കറ്റ് നോക്കിയിട്ടോ ഒന്നും നമ്മൾ കളിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ സീരിയസ് ആയിരുന്നില്ല. വളരെ കാഷ്വൽ ആയിരുന്നു എന്റെ അപ്രോച്ച് എപ്പോഴും. എങ്ങനെയെങ്കിലും പിന്നെ കളിക്കണം, സ്റ്റേറ്റ് കളിക്കണം. എന്റെ ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. അണ്ടർ-23 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിക്റ്റിലുള്ള ആള് നേരെ സ്റ്റേറ്റ് ടീമിൽ വന്ന് എന്നെ അവിടുന്ന് പുറത്താക്കി. അപ്പൊ ഞാൻ കോച്ചിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും അടുത്ത വർഷം ബാറ്റ് ചെയ്തിട്ട് കയറുന്നുള്ളത്. അപ്പൊ ആലപ്പുഴയിലുള്ള മാച്ചിൽ അണ്ടർ-29 ഫസ്റ്റ് ഇന്നിങ്സിൽ അണ്ടർ-29 സെക്കൻഡ് ഇന്നിങ്സ് 96 ഇതൊക്കെ അടിച്ചു കളിച്ചു. ഒരു വാശി ഉണ്ടായിരുന്നു എപ്പോഴും. ആരെങ്കിലും നമ്മൾ അവരെ ഇതാക്കുകയാണെങ്കിൽ അതിന് എഗൻസ്റ്റ് വാശിയായിട്ട് കളിക്കാം. അതാണ് എല്ലാവരും പറയാനുള്ളത്. എക്സലന്റ് പോയിന്റ്. ഷാജിലേട്ടനോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷാജിലേട്ടന്റെ ആ ഒരു ഗൈഡൻസിന് താങ്ക് ചെയ്യുന്നുണ്ട് റിസ്വാൻ. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഗ്രൗണ്ടിന് പുറത്തുള്ള ഷാജിലേട്ടൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. നേരത്തെ ബാബുക്കയും പറഞ്ഞു ഭയങ്കര കാമാണ്. ബട്ട് ഗ്രൗണ്ടിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആണ്. യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ് ബാറ്റ്സ്മാൻ ദാറ്റ് യു ഹാവ് എവർ പ്രൊഡ്യൂസ്ഡ്. സോ ആ ഒരു സ്വിച്ചിങ് ബിറ്റ്വീൻ ദ പേഴ്സണാലിറ്റി, how do you make it happen? It's a difficult questions. So നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ ഐ ആം വെരി കാം. ആണെങ്കിലും ഞാനത് ഇതല്ല. പിന്നെ കളി എത്തിക്കഴിഞ്ഞാൽ ഫോക്കസ്ഡ്. നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. കളിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ സ്കിൽസ് എടുക്കുക, 100% ഫോക്കസ്ഡ് ആണ്. 2 hours 3 hours whatever. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് ആരായി കഴിഞ്ഞാലും നമ്മൾ തലശ്ശേരിയിലുള്ള ഒരു എല്ലാവരും, നമ്മളിപ്പോ തലശ്ശേരിക്കാർ ഏത് ടൂർണമെന്റ് പോയി കഴിഞ്ഞാലും നമ്മൾ 8 മണിക്കുള്ള കളിക്ക് 7 മണിക്ക് എണീച്ച് കഴിഞ്ഞാലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ എവറിത്തിങ് ഡിഫറെന്റ്. നമ്മൾ ഫോക്കസ്ഡ്. ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും നമ്മളത് ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ അത് നമ്മളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ തലശ്ശേരിയുള്ള ഒരു ക്യാരക്ടറാണോ അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ എല്ലായിടത്തും സീനിയേഴ്സിനോട് എല്ലാം കിട്ടിയുള്ള ക്യാരക്ടറാണോ എന്ന് എനിക്കറിയില്ല. അത് ആ ഒരു മേക്സ് ഇറ്റ് ഇറ്റ് ഹാപ്പൻ ടു ബി അങ്ങനെ വന്നു. I still continue. I like it, but I still believe I need to be more aggressive in cricket. ഇപ്പോൾ ആ ക്രിക്കറ്റ് അഗ്രസീവ് കുറച്ചും കൂടി മോർ അഗ്രസീവ് ആയിരിക്കണം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഐ ആം നോട്ട് ദാറ്റ് മച്ച് അഗ്രസീവ് ഇൻ ബാറ്റിംഗ്. ഓക്കെ, ആണെങ്കിലും ഞാൻ കുറച്ചും കൂടി അഗ്രസീവ് ആയിരിക്കണം എന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നത്. Rizwan, thanks for the questions. It's a wonderful.
ഇൻഫാക്ട് സഞ്ജു നമ്മുടെ ഷോയിൽ വന്നപ്പോ സഞ്ജു മെൻഷൻ ചെയ്ത കാര്യമായിരുന്നു ഇത്. തലശ്ശേരി എന്നുള്ള എല്ലാ ക്രിക്കറ്റേഴ്സും ഇൻബോൺ ആയിട്ട് അഗ്രസീവ് ആണ് എന്നുള്ളത്. എക്സലന്റ് പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീജിത്തിൻ്റെതാണ്. ശ്രീജിത്ത് വിൽ നോട്ട് ബി ഏബിൾ ടു ആസ്ക് ദിസ്, സോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷാജിലേട്ടനോടാണ്. ഷാജിലേട്ടൻ RBIക്ക് പകരം നമുക്ക് വേറെ ഒരു ടാലന്റ് ഉണ്ട്. ബാബുക്ക സോറി, ഷാജിലേട്ടൻ RBIക്ക് കളിച്ചതിന് പകരം SBTക്കായിരുന്നു ഗസ്റ്റ് പ്ലെയർ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ, നേരത്തെ ഷാജിലേട്ടൻ തന്നെ മെൻഷൻ ചെയ്തിരുന്നു, അവർ അബ്സോർവ് ചെയ്ത് ഷാജിലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായി രഞ്ജി കളിക്കുമായിരുന്നോ? അല്ല, നമുക്ക് തലശ്ശേരിക്കാർക്ക് വേറൊരു ടാലന്റ് ഉണ്ട്. അതെന്താണ് ബാബുക്ക? ഹലോ. തീർച്ചയായിട്ടും ഷാജില് ഇവിടെ തന്നെ കളിക്കുകയാണെങ്കിൽ രഞ്ജി കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആയിരുന്നു. വളരെ ടാലന്റഡ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഷാജില് ഒരു ഇടിത്താണ് പെട്ടെന്ന് ഗൾഫിലേക്ക് പോയത്. അവന് RBI അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈസി ആയിട്ട് ജോബ് കിട്ടുമായിരുന്നു. പഠിത്തത്തിൽ വളരെ മിടുക്കനാണ്. ശ്രീജിത്ത് പറഞ്ഞ മാതിരി ശ്രീജിത്ത് ആൻഡ് ബാബു ആ സമയത്ത് കളിക്കുന്ന സമയത്ത് വി ട്രൈഡ്, അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഡെയിലി ലൈഫില്. ചില സമയം SBT കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ കൺസിഡർ ചെയ്യാമായിരുന്നു, അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു. ബട്ട് RBI അത് അബ്സോർവ് ചെയ്തിട്ടില്ല. Then one thing, the RBI captain S. Rajesh, we need to mention his name. Rajesh, very supportive, Rajesh, and Rajesh is an excellent captain. Just like Dhoni ne polta, very cool, very good character. S. Rajesh ന്റെ കളി കണ്ടു കഴിഞ്ഞാൽ അമേസിങ്. ഏതൊക്കെ മാച്ചസ് ആണ് പുള്ളി കളിക്കും. പുള്ളി സിംഗിൾ മാത്രമേ എടുത്ത് കളിക്കൂ, എന്നിട്ട് എത്ര മാച്ച് അവർ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. So it is a nice experience working with Rajesh. It's very sad to say that he's no more. But as he said, Siji said, it's a turning point. What he said is true. It might be true. ബാബുക്കയുടെ ശ്രീജിത്തിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ബാബുക്ക രഞ്ജി കളിക്കാത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ആ ഒരു സമയത്ത് അണ്ടർ-19 ക്യാപ്റ്റൻ ആയതിനു ശേഷം ബാബുക്ക് രഞ്ജി സെലക്ഷൻ കിട്ടാൻ വേണ്ടി വേറെ എങ്ങനെയെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അത് നടക്കുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം ക്രിക്കറ്റ് കളിച്ചിട്ട് അത് മാത്രം കളിക്കാൻ പറ്റിയില്ല, ബാക്കിയെല്ലാം കളിച്ചല്ലോ. അപ്പോ ഒരു റിഗ്രറ്റ് ഉണ്ട്. രഞ്ജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാളിഫിക്കേഷൻ അല്ലേ? ട്രൂ. അപ്പൊ അത് മിസ്സായി പോയി. അതിൽ ഭയങ്കരമായിട്ട് ഒരു റിഗ്രറ്റ് ഉണ്ട്. പിന്നെ എല്ലാത്തിനും ദൈവത്തിന്റെ സപ്പോർട്ട് വേണം, അല്ലാതെ നമ്മൾ എവിടെ എത്തില്ല. എത്ര വലിയ ടാലന്റ് ആയാലും നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ഇപ്പം മുഹമ്മദ് കൈഫും പിന്നെ യുവരാജ് സിംഗും ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞതാ പഠാൻ. ഓക്കെ, അവരൊന്നും ആ ടാലന്റ് ഫുൾ സ്വിംഗിൽ എത്തിയിട്ടില്ല. അപ്പൊ അതിന് ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവണം, അല്ലാതെ എവിടെ എത്താൻ പറ്റില്ല നമുക്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞ? ഞാൻ അണ്ടർ-17 ആയപ്പോ ഞാൻ അണ്ടർ-25 കളിക്കുന്നുണ്ട്. അപ്പോ എന്റെ കോച്ച് ബാബു അച്ചാർത്തായിരുന്നു. ബാബു അച്ചാർത്ത് എന്നെ വിളിച്ചു. ഞാൻ 10th യൂണിവേഴ്സിറ്റി ക്യാമ്പിൽ പോകും. അവിടെ തലശ്ശേരിയിലായിരുന്നു ക്യാമ്പ്. ബാബു അച്ചാർത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീസ നീ വരണ്ട, നീ ചെറുതാ, ഞാൻ നിനക്ക് സെലക്ഷൻ തരില്ല. ഞാൻ പറഞ്ഞു, സർ സോണ് കിട്ടിയല്ലേ ഞാൻ പോവാന്ന്. ഇങ്ങനെ സോണിൽ പോയിട്ട് ട്രിവാൻഡ്രത്തെ മാച്ച് അവിടെ പോയിട്ട് ഞാൻ ഫസ്റ്റ് ഇന്നിംഗ്സും സെക്കൻഡ് ഇന്നിംഗ്സും 50 അടിച്ചു. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അന്ന് ഞാൻ പോയിട്ട് പുള്ളിയുടെ ഇത് കേട്ട് പോയിട്ടില്ലെങ്കിൽ എനിക്കത് മിസ്സാവുമായിരുന്നു. ശരിക്കും അതെ. ഓക്കെ, ഗ്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഷിംകയുടേതാണ്. ആഷിംക ലൈനിലുണ്ട്, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹായ് ബാബു. ഹായ് ആഷിം, എന്തൊക്കെയുണ്ട്? എന്റെ ടീച്ചറാണ് ആഷിം, അറിയോ? ഈവൻ ഷാജിന്റെ ടീച്ചറും കൂടിയാണ്. അതെയാ? ഓക്കെ ഓക്കെ, പറയൂ ടീച്ചർ, പറയൂ. ഗുഡ് ഈവനിങ് ടീച്ചർ. ഷമു, ചോദിച്ചോളൂ ആഷിംക. ഷമു, അല്ല ഞാൻ ഒരു ജസ്റ്റ് ചെറിയ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്തോട്ടെ പഴയ. കാരണം ഇപ്പം ബാബുവും ഷാജിലും പറഞ്ഞപ്പോഴാണ് പഴയ കളി, ആ ടൈമിലുള്ള കളീനെ കുറിച്ചിട്ട് എന്താ പറയാ, വേറെ തന്നെ ആയിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു ഇവര് പറഞ്ഞതുപോലെ തന്നെ. കാരണം പോക്കറ്റിൽ നിന്ന് പൈസ ഇടുക,
പൈസ ഇട്ടിട്ട് പോവാ, കളിക്കാൻ പോവാ, കളിച്ചു കഴിഞ്ഞ ഉടനെ നേരെ പോയിട്ട് തട്ടുകടയിൽ പോയിട്ട് തിന്നുക, നല്ലോണം അടിക്കുക, പൊറോട്ടയും ഇതെല്ലാം അടിക്കുക. ഇതെല്ലാണ് അതില് ബെസ്റ്റ്. തലശ്ശേരിയിലെ ഏറ്റവും കൂടുതൽ പൈസക്കാരുടെ ടീം എന്ന് പറയുന്നത് മെർച്ചൻസ് ആണ്. മെർച്ചൻസിന് വേണ്ടിയിട്ട് കളിക്കാനും വേണ്ടിയിട്ട് അവരെ കൂടെ പോകാനും വേണ്ടിയിട്ട് ഒരേ ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ഇപ്പൊ എല്ലാ പൈസക്കാർ പൈസ ഇട്ടായിരുന്നു. എനിക്ക് ബാബുവിന്റെ നല്ലൊരു ഇന്നിങ്സ് ഞാൻ കണ്ടത് തൊക്കിലങ്ങാടി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. തൊക്കിലങ്ങാടി ക്രിക്കറ്റ് ഗ്രൗണ്ടില് നല്ലൊരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു. തലശ്ശേരിയാണ് തലശ്ശേരിയിലെ പിള്ളേർ തന്നെയായിരുന്നു എല്ലാ കളിയും കളിച്ചത്. അതിൽ ബാബുവിന്റെ ഞാൻ കണ്ടൊരു ഇന്നിങ്സ് ഉണ്ട്, 27 ബോൾ സെഞ്ചുറി. അത് സ്ട്രേറ്റ് ഡ്രൈവ്സ്. ആ സ്ട്രേറ്റ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞ ക്ലാസ് ആയിരുന്നു. കാരണം ആ ഗ്രൗണ്ടില് സ്ട്രേറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാല് നേരെ സ്കൂളിന്റെ മുകളിലാണ് പോയിട്ട് പോവുക. സ്കൂളിന്റെ നേരെ മുമ്പിലുള്ള ഒരു ഗ്രൗണ്ടാണ്, തൊക്കിലങ്ങാടി സ്കൂളിന്റെ നേരെ മുമ്പിലുള്ള ഗ്രൗണ്ടാണ്. സ്ട്രേറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാല് അത് ആ സ്കൂളിന്റെ പിന്നെ ഓടിന് കൊണ്ടുവന്ന് ഇതാവും. അങ്ങനെ എന്താ വെച്ചാല് അവിടുത്തെ ഓർഗനൈസേഴ്സ് പറഞ്ഞ് അല്ല ഇതിപ്പോ കളി കഴിയുമ്പോഴത്തേക്ക്, ഈ ടൂർണമെന്റ് കഴിയുമ്പോഴത്തേക്ക് ഉള്ള എല്ലാം ഓട് മാറ്റി കൊടുക്കണമല്ലോ സ്കൂളിന്. അങ്ങനെ കുറെ പറഞ്ഞു. കാരണം 27 ബോളിന് സെഞ്ചുറി അടിച്ചത്. എനിക്കൊന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതില് ഷാജിലിന്റെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു കവർ ഡ്രൈവ്. എനിക്ക് പിന്നെ കവർ ഡ്രൈവിൽ എന്ന് പറഞ്ഞാൽ ഓഫ് സൈഡിൽ കംപ്ലീറ്റ് ചരളായിരുന്നു ആ ഗ്രൗണ്ടിൽ. ഒരു ലെഗ് സൈഡും സ്ട്രേറ്റും ആണ് നല്ലത്. ഈ ഓഫ് സൈഡിൽ നിന്ന് ഈ ചരലുള്ള സ്ക്വയറിൽ നിന്നിട്ട് റൈറ്റിലേക്ക് ഡൈവ് ചെയ്ത് ഫുൾ സ്ട്രെച്ച് ഡ്രൈവ് ചെയ്തിട്ട് ഒരു നല്ലൊരു ക്യാച്ച് എടുത്തത് ഷാജിലാണ്. അത് നല്ലൊരു 2 മൊമെന്റ്സ് എനിക്ക് ഇവരെ കുറിച്ചിട്ട് ഞാൻ കണ്ട 2 മൊമെന്റ്സ് ആണിത്. ഞാൻ പിന്നെ അങ്ങോട്ട് മറ്റുള്ള സ്ഥലത്തൊന്നും ഇവരെ കളി കാണാൻ പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആ ലക്കി അമ്പളം എന്നുള്ള ടീമും പിന്നെ ഈ പറഞ്ഞ അഷ്ഫാഖ്, ഇർഷാദ്, ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് തലശ്ശേരിയെ കുറിച്ചിട്ട് പറയുന്നത്. ഇവരെ ഈ ടൈം പീരീഡിൽ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് തലശ്ശേരിയിലെ മെമ്മറബിൾ മൊമെന്റ്സ്. പിന്നെ രണ്ടുപേരുടെ സ്റ്റൈല്, അതായത് ബാബു ഷാജിൽ എന്ന് പറഞ്ഞ ഔട്ട്സൈഡ് ദ ഗ്രൗണ്ട് 2 എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ പറഞ്ഞ ബാബു ജോളിയാണെങ്കിലും ഒരു 200-300 പെമ്പിള്ളേരുടെ ഇടയിലൂടെ കൂളായിട്ട് നടന്നിട്ട് പോകും. അവരെ കമന്റ് അടിക്കാനോ അവരെ കൂളായിട്ട് നടന്നു പോകും. ബാബുവിന്റെ വാരിയുടെ കേൾക്കുന്നുണ്ടാവും ചിലപ്പോ. ഞാൻ കണ്ടതാണ്, ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടതാണ്. കാരണം എന്താ വെച്ചാല് ദിവസം ഒരു പാരലൽ കോളേജ് ഉണ്ട്, മഹാത്മാ എന്ന് പറഞ്ഞിട്ട് പാരലൽ കോളേജ്. അവിടെ മോർണിംഗില് കംപ്ലീറ്റ് ലേഡീസ് ആണുള്ളത്. മോർണിംഗ് ലേഡീസ് സെഷൻ ആണ്. ആ പ്രീ ഡിഗ്രി ഡിഗ്രി എല്ലാം മോർണിംഗ് പെമ്പിള്ളേരുണ്ട്. അന്ന് ക്ലാസ്സിൽ ഇവനും മാമു എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിനടുത്തുള്ള. ഇവർ 2 കമ്പ്യൂട്ടർ പഠിക്കാൻ വരും. വന്നിട്ട് ഇവരെ ക്ലാസ് 12:30-1 മണിക്കാണെങ്കിൽ ഇവര് 11 മണിക്കേ വന്നിരുന്നിട്ട് ഭയങ്കര അതിൻ്റെ ഉള്ളിൽ കയറി വരും. ഇത് ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷാജി. ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മര്യാദക്കൊന്ന് വർത്താനം പറയും, ഒന്ന് കമന്റ് ഒരു ഇതും ഉണ്ടാവും, വന്ന് പോവുക. ഇത് 2 ഡിഫറെന്റ്. ഇനി എന്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നാസിർ ഹുസൈന് പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതായത് ഇന്ത്യൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഗാംഗുലി വന്നിട്ട് അഗ്രസീവ് ആയതിനു ശേഷമാണ് ഇന്ത്യൻ പ്ലെയേഴ്സ് ഇന്ത്യ ഒരു വേറൊരു ലെവലിൽ എത്തിയത്. അതിനെ ബാക്ക്ലാഷ് ചെയ്തിട്ട് സുനിൽ ഗവാസ്കർ പറഞ്ഞു അത് തെറ്റാണ്. നാസിർ ഹുസൈന് പണ്ട് കാലത്തെ കളി കണ്ടിട്ടുണ്ടാവില്ല. എന്താ സച്ചിൻ എന്താ നല്ലൊരു പ്ലെയർ അല്ലേ, ദ്രാവിഡ് എന്താ പ്ലെയർ അല്ലേ, ഹർഭജൻ സിംഗ് എന്താ പ്ലെയർ അല്ലേ, അങ്ങനെയുള്ള പല ഇതുണ്ടായിരുന്നു, ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമ്മള് സാധാരണ ഇതിൽ സ്പോർട്സ് രംഗത്ത് കാണുന്നത് കൂൾ ആൻഡ് കാമായിട്ട് കളിക്കുന്ന ആൾക്കാർ. അതായത് അവര് ബൈ നേച്ചർ അവര് ഭയങ്കര ഒരു വേറൊരു ലെവലിൽ എത്താറുണ്ട്. റോജർ ഫെഡറർ ഉണ്ട്, നമുക്ക് സ്പീഡ് സാംപ്രസ് ഉണ്ട്, പിന്നെ ഉസൈൻ ബോൾട്ട് അഗ്രസീവ് ആണെങ്കിലും പക്ഷെ ആളൊരു കൂൾ ആൻഡ് കാമൻ ആണ്. വിവിയൻ റിച്ചാർഡ്സ്, ലാറ, പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ റിക്കി പോണ്ടിങ് ഭയങ്കര ഒരു ഇതായിട്ട് അഗ്രസീവും തെറി വിളിക്കലും അങ്ങനത്തെ ആണ്. പിന്നെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ കളി നന്നായി വരുമ്പോഴത്തേക്ക് അവൻ കൂൾ ആൻഡ് കാമായി. ധോണി, പിന്നെ ഈ ദ്രാവിഡ്, സച്ചിൻ, അങ്ങനെയുള്ള. അന്നേരം എന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ 2 പേരുടെയും ഈ ടഫ്നെസ് ആണോ ഏറ്റവും ക്രിക്കറ്റിന്റെ നിങ്ങളുടെ കളിനെ കുറച്ച് കൂടുതൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുക, അതല്ല കൂൾ ആൻഡ് കാമായി കനാലാണോ നിങ്ങൾക്ക് അതായത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എനിക്ക് ബാബുവിന്റെ ഷാജിന്റെ അതിന്റെ ഒന്ന് ആൻസർ. കേൾക്കാമോ? ആ കേൾക്കാം. ബാബു പറയുന്നില്ലേ? ബാബു ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? കേൾക്കാമോ? ആ കേൾക്കാം. കേൾക്കാമോ? ആ കേൾക്കാമല്ലോ. നിനക്ക് കേൾക്കുന്നില്ല തോന്നല്ലോ. ബാബുക്ക പറഞ്ഞോ. ആ പറ. ഓക്കെ ആഷിമേ, ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിം ആണ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ മൈൻഡ് എത്ര സ്ട്രോങ് ആണ് അത്ര ഇതിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ധോണിനെ മാത്രം നോക്കാം. പുള്ളിയുടെ മൈൻഡ് ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പൊ ഏത് സിറ്റുവേഷനിലും പുള്ളി വളരെ കൂളായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യും അല്ലേ? കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു മാച്ച് ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനായിട്ട്. അപ്പൊ പട്ടാൻസ്, നിങ്ങൾ ഗൾഫിലില്ലേ, അപ്പൊ പട്ടാൻസിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ഞാൻ അന്ന് വിക്കറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുവൈറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവൻ ബോള് തട്ടുമ്പോ ഞാൻ ഇവിടെ ബാക്കിൽ നിന്നിട്ട് പറയും ഡോട്ട് ബോൾ ഡോട്ട് ബോൾ ഡോട്ട് ബോൾ. ഓരോ ബോളിനും ഞാൻ അവനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും, ഡോട്ട് ബോൾ ഡോട്ട് ബോൾ എന്ന്. അങ്ങനെ അവനെ അടിച്ച് കുറെ നേരം കഴിഞ്ഞിട്ട് എന്നെ തിരിഞ്ഞിട്ട് പറഞ്ഞ് ഭായ്സാബ് തോടാ ബങ്കർ യാർ ക്യൂ ഐസാ കർ റേ. അങ്ങനെ അവര് ആ മാച്ച് നമ്മൾ കുവൈറ്റ് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചു. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളെല്ലാവരും നന്നായിട്ട് സ്ലഡ് ചെയ്തു, എല്ലാവരും പറഞ്ഞ് സ്ലഡ് ചെയ്തു തന്നു. അപ്പൊ ആ സ്ലഡ്ജിങ് അവർക്ക് എടുക്കാൻ പറ്റിയില്ല അന്ന്. അതുപോലെ എല്ലാം കൂളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് മെയിൻ ക്രിക്കറ്റില്. ഇപ്പം നല്ല മൈൻഡ് പവർ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും പെർഫോം ചെയ്യാം അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ കർണാടകയിൽ പോകുമ്പോ അയ്യോ കർണാടകയായിട്ട് കളിക്കുന്നെന്നുള്ളൊരു ചെറിയൊരു ഫിയർ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ചിലപ്പോ അത് ഉണ്ടാവില്ല. ഇന്ന് ഗൾഫ് ക്രിക്കറ്റിൽ നമ്മൾ എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്ത് കളിക്കുന്നുണ്ട്, ആ ഒരു പ്രശ്നം വരില്ല. അതാണ് അതിന്റെ സത്യം. ശരിയാണ് ആശയം. ദാറ്റ് ഈസ് ട്രൂ. വാട്ട് ഈസ് ദാറ്റ് ഈസ് ട്രൂ. ക്രിക്കറ്റ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിം ആണ്. നമ്മൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ഇപ്പം അഗ്രസീവ് ആയിട്ടുള്ള കാര്യമില്ല. ബേസിക്കലി അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ വന്നു 36 ബോൾ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് വളരെ ഇമ്പോസിബിൾ ആയ ടാർഗറ്റ് ആണ്. ഒരു എക്സ്പീരിയൻസ്, ഒരു മൈൻഡ് ഒരു പ്ലെയർ എങ്ങനെയാണ് ഒരു നല്ലൊരു ക്രിക്കറ്റാണ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. ഈ ലുക്ക് ടു വാട്ട് ഈ ലുക്ക് ടു 36 ബോൾ 60 മീൻ 6 over 60. സോ ഇൻ ഓവർ 10 സോ ദെൻ ആ ടൈമിൽ എങ്ങനെ കളിക്കും, ഓരോ ഓവർ അവർ ബേസ് ചെയ്ത് കളിക്കും. പിന്നെ ഓരോ ഓവറിൽ നമ്മൾ 8 റൺസ് എടുക്കാം, ദെൻ നെക്സ്റ്റ് ഓവർ 8 റൺസ്, ദെൻ ലാസ്റ്റ് ഓവർ 12 balls ഐ ക്യാൻ മാനേജ് 18. ആ ലെവലിലെത്തും. സോ അതാണ് ഒരു എക്സ്പീരിയൻസിന്റെ ബേസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ബാബു പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള പട്ടാൻസും മറ്റേ ഇവരെല്ലാം കളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം 5 റൺസ് ജയിക്കുന്നിടക്ക 8 വിക്കറ്റ് പോയിട്ടും ടീം കുറെ തോറ്റിട്ടുണ്ട്. ഈ സിമ്പിൾ ആയിട്ട് ജയിക്കുന്ന മാച്ചസ് ആണ്. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 2-3 സിക്സ് അടിക്കണം, പെട്ടെന്ന് സിക്സ് അടിച്ചിട്ട് കളി ജയിപ്പിക്കണം. അതാണോ അവര് ലാസ്റ്റ് വരെ മൂവ്മെന്റ് പോവാൻ. അപ്പം ആ അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ അത് ചില കാര്യത്തിൽ അഗ്രസീവ് നല്ലതാണ്. ഇപ്പൊ ബോളിംഗിൽ വരുമ്പോൾ അഗ്രസീവ്, ഇപ്പൊ ജസ്റ്റ് ലൈക്ക് ശ്രീശാന്തിന്റെ അഗ്രസീവ് ഇസ് ഗുഡ്. ആ ടൈപ്പിൽ അഗ്രസീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ബോളർ എന്ന നിലയിൽ. ഇപ്പൊ നമ്മുടെ തലശ്ശേരിയില് അങ്ങനെയുള്ള അഗ്രസീവ് ബോളർ നമുക്ക് തോന്നുന്നത് കുറച്ചും കൂടി അഗ്രസീവ് അലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫാസ്റ്റ് ബോളർ നമ്മുടെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അഗ്രസീവ് ആയിരുന്നു. ബാക്കിയാരും അത്രത്തോളം അഗ്രസീവ് ആയിരുന്നു. ശ്രീജിത്തും അത്രത്തോളം അഗ്രസീവ് ആണെന്ന് എനിക്കറിയില്ല. അങ്ങനെ സ്ലെഡ്ജിംഗ് ഒന്നും ഉണ്ടായിരുന്നു അറിയില്ല. അപ്പോൾ ആ ബോളിംഗിൽ നമുക്ക് തോന്നുന്നത് നല്ലൊരു അഗ്രസീവ് ആയിരിക്കണം. ബാറ്റിംഗിലെ അഗ്രസീവ് എല്ലാവരും ഒരു കാംനെസ്സും എന്താ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ക്രിക്കറ്റ്. ഓക്കെ, എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നേരത്തെ നിങ്ങൾ ആൻസർ ചെയ്തതിന്റെ ഒരു റിവേഴ്സ് ആണ് ക്വസ്റ്റ്യന്. നിങ്ങൾ ആൻസർ ചെയ്തതിന് ഓൾറെഡി നിങ്ങൾ ഇതുവരെ ആയിട്ട് അച്ചീവ് ചെയ്തതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ക്രിക്കറ്റ് ലൈഫിൽ? ബാബു എനിക്ക് അറിയാൻ പറ്റിയത്, ഞാൻ ക്രിക്കറ്റ് എനിക്ക് അറിയാൻ പറ്റുമോ ടീച്ചറെ? ക്രിക്കറ്റിന്റെ ബേസിലാണ് എല്ലാ സ്ഥലത്തും അപ്പം അതില് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഒരു ദുഃഖം ഉള്ളത് രഞ്ജി ട്രോഫി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ദുഃഖമുണ്ട്. ബാക്കി എല്ലാ ഇതിലും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു പിന്നെ കുവൈറ്റിന് ACC ട്രോഫി, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ട്രോഫി കളിക്കാൻ പറ്റി. ആഷിമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ബാബു പറഞ്ഞ പോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ബേസിക്കലി ഐ ആം ഓൾവേസ് ഹാപ്പി സ്റ്റിൽ ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ബേസിക് ക്രിക്കറ്റിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇപ്പൊ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സും അധികം ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ്. ആ ക്രിക്കറ്റിംഗ് ആ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുന്നത് ക്രിക്കറ്റ് കൂടിയാണ്. ഇപ്പം നമ്മൾ ക്രിക്കറ്റിന്റെ കളി കഴിഞ്ഞിട്ടും ഇപ്പൊ നമ്മള് സ്റ്റേറ്റ് കളിച്ചു കഴിഞ്ഞാലും നമ്മൾ ഞാൻ ഇത് കുറച്ചും കൂടി നമ്മള് കഴിഞ്ഞ സ്റ്റേറ്റ് ലെവലിൽ എടുക്കുമ്പോൾ നമ്മുടെ ജെ കെയുടെ ഒരു മൂവ്മെന്റ്സ്, veterans movements. That is one of the good factor, അത് നല്ലൊരു ഫാക്ടറാണ്. ക്രിക്കറ്റ് ഫ്രണ്ട്ഷിപ്പും കൂടി ഗ്യാദർ ചെയ്തിട്ട് ക്രിക്കറ്റ് കളിക്കും. ഒരു റിട്ടയർ ആയ പ്ലേയേഴ്സ് മൂവ് ചെയ്ത അതൊരു ഗ്യാദറിങ്,
അതൊരു വല്ലാത്തൊരു ഇമോഷൻസ് ആണ് നമ്മുടെ ആ ഗ്യാതറിംഗ് കളിക്കുമ്പോൾ അറിയാം നമുക്കത്. എക്സാക്ട്ലി അതാണ് ആ KOCന്റെയും VPLന്റെയും എല്ലാം ഫോർമുല എന്ന് പറഞ്ഞാൽ JKയുടെ ആ ഒരു വെറ്ററൻസ് മൂവ്മെന്റ് ആയിരുന്നു. അപ്പം നമ്മൾ KOC കളിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പത്തോളം നമ്മൾ ഹാപ്പിയാണ്. ഇപ്പൊ നമ്മളിപ്പോ KOC പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നത് ഇത് പറഞ്ഞ ഇപ്പുറം പോകുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ ഷെയർ ചെയ്ത് തിരിക്കുക. അലിയുടെ കാര്യങ്ങളായാലും ശ്രീത്തിന്റെ കാര്യങ്ങളായാലും നമുക്ക് എൻ നമ്പർ ഓഫ് പലതരം ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പൊ പല തീരില്ല അത് ചെറിയ സിമ്പിൾസ് ഓരോ മൂവ്മെന്റ്സ് ഓരോ കളിയുടെ മൂവ്മെന്റ്സ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരില്ല. സോ അതൊരു ആ ഒരു ബോണ്ട് that is a cricket, cricket is എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ബിയോണ്ട് ഫ്രണ്ട്ഷിപ്പ്. അതന്നെയാണ് എനിക്ക് മെയിൻ അഡ്വാൻറ്റേജ്. സ്റ്റിൽ ഐ ആം ഹാപ്പി. ആസ് യു സെഡ് റിഗ്രറ്റ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് അങ്ങനെ രഞ്ജി ട്രോഫി എപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളത്. ബട്ട് ഐ എം നോട്ട് പ്ലേയിങ് എ ലോട്ട് ഓഫ് ക്രിക്കറ്റ് ഹിയർ ആൻഡ് എൻജോയിങ് ഈച്ച് ബിറ്റ് ഓഫ് ഇറ്റ്. Excellent points, Shazilata. Thanks. ഒരു ഇൻസിഡന്റും കൂടി പറയണം എനിക്ക്. ഇപ്പൊ അലിന്റെ കാര്യം പറഞ്ഞപ്പോ അത് ഓർമ്മ വന്നത് ഒരു ഫണ്ണി ഇൻസിഡന്റ്. പിന്നെ ഇതിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല. നമ്മൾ അലി SBTയിൽ ജോലി കയറിയിട്ട് ഇങ്ങനെ കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഒരു മാച്ച് ഉണ്ട്. അപ്പൊ രഞ്ജി തോമസ് അലിനെ വിളിച്ചു മാച്ച് കളിക്കാൻ വേണ്ടിട്ട്. അപ്പം അലിന്റെ അടുത്ത് പറഞ്ഞു നീ എവിടെയുള്ള ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ അലി പറഞ്ഞു ഞാനിപ്പോ ഇവിടെ സൗദിയിലുള്ളത്. ഇല്ല സാർ എനിക്ക് ഓട്ടോ പിടിച്ചിട്ട് വരാൻ പറ്റൂല. അപ്പൊ അതാണ് തലശ്ശേരിക്കാരുടെ അപ്രോച്ച്. അവിടെ പറഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ മൂവ് ചെയ്തത് സൗദിയിലേക്ക്. അലിഖാന്റെ എപ്പിസോഡിൽ തന്നെ അത് പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫലീലിൻ്റെതാണ്. ഇതും രണ്ടുപേരോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫലീൽ പറയുന്നത്, ഫലീൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നപ്പം തലശ്ശേരിയിലെ പുതിയ സ്റ്റേഡിയത്തിൽ വന്ന് അവിടെ പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നതും നെറ്റ്സും ഒക്കെ ഇന്റന്റ്ലി വാച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. യു വുഡ് ഹാവ് ഹാഡ് യുവർ തോട്ട്സ്, ഓരോ പ്ലേയേഴ്സിനെ കുറിച്ചും എന്തെങ്കിലും തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ചിലപ്പം ചില പ്ലേയേഴ്സിനെ അറിയാത്തത് കൊണ്ട് അവരോട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോഴത്തെ ഈ പ്ലേയേഴ്സിന്റെ ഈ ഒരു പ്രാക്ടീസ് വെച്ചും മറ്റുള്ള വിവരങ്ങൾ വെച്ചും എന്താണ് ഈ കറന്റ് ക്രോപ്പ് ഓഫ് ക്രിക്കറ്റേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? ആൻഡ് സെക്കൻഡ്ലി, നിങ്ങൾക്ക് ഈ യങ് ക്രിക്കറ്റേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ബാബുക്ക് പറഞ്ഞോളൂ. ഇപ്പം ക്രിക്കറ്റ് ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പഴയതുപോലെയല്ല. പണ്ട് ഇപ്പം ബാറ്റിംഗ് മാത്രമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ടീമിൽ പിടിച്ചു വെക്കാം. ഇന്ന് അത് പറ്റില്ല. നിങ്ങൾ ഓൾറൗണ്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ബെസ്റ്റ് ഫീൽഡർ ആയിരിക്കണം. പിന്നെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ ഏതൊരു മാച്ചിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസ് ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇത്ര നല്ല ഫിറ്റ്നസ് ഉള്ള ഒരാൾ ഔട്ട് ആകാന്ന് പറഞ്ഞാല് അത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇന്ന് എക്സസൈസ് ആയാലും എന്തായാലും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാത്തിനും പൈസ ഉണ്ട്, മീഡിയ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. അപ്പം നമ്മളിപ്പം പുതിയ ക്രിക്കറ്റേഴ്സിനെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇനി അവരെ ഒരു റിയൽ സെലിബ്രിറ്റി ആയിട്ട് തന്നെ വരും. നമ്മളെ ആ ഏജിലുള്ള സമയത്തുള്ള ക്രിക്കറ്റ് അല്ല ഇന്നിപ്പം നമ്മളെ തലശ്ശേരിയിലെ എല്ലാ സ്റ്റാർസും ഒരു ശരിയായ സെലിബ്രിറ്റി ആണ് അല്ലേ? ശരിക്കും യെസ്. അപ്പം എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ല പ്ലേയേഴ്സ് ആണ് എല്ലാവരും. അപ്പം പുതിയ ക്രിക്കറ്റേഴ്സിനെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ 100% ഡെഡിക്കേഷനോട് കൂടിയും കമ്മിറ്റ്മെന്റോട് കൂടിയും ചെയ്യാന് നിങ്ങളിപ്പോ ഒരു കുറച്ചു കാലം ഹാർഡ് വർക്ക് ചെയ്താല് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു റിട്ടേൺ കിട്ടും. നിങ്ങൾക്ക് അത് പേരായിട്ടും കിട്ടും, കാശായിട്ടും കിട്ടും. അല്ല, ഇന്നിപ്പോ രഞ്ജി ട്രോഫി കളിച്ചാൽ തന്നെ നല്ലൊരു കാശാക്കാൻ പറ്റും. നമ്മളെ പോലെ അല്ല. അപ്പം ചെയ്യുന്ന കാര്യം വളരെ സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഓരോ കിട്ടുന്ന ചാൻസും പെർഫോം ചെയ്തിട്ട് ടീമിൽ കയറി നിൽക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷനിൽ അടിച്ചു നിൽക്കണം, നന്നേ പറ്റൂ. നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റിൽ ചെയ്യണം. അതാണ് എനിക്ക് യങ് ക്രിക്കറ്റേഴ്സിനടുത്ത് പറയാനുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് കണ്ണൂരുന്ന ഒരു ഇന്റർനാഷണൽ പ്ലെയറെ ഉണ്ടാക്കി കൊണ്ടുവരണം. നല്ല പോയിന്റ് ആണ് ബാബു. സാജിലേട്ടാ, do you want to add anything? Main thing is, first of all, you believe in yourself. That is the main question. Okay, main point you think about. So, നമ്മളെ തന്നെ വിശ്വസിക്കണം. ബിക്കോസ് നമുക്ക് വല്ല കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ സ്കിൽസ് ഉണ്ട്, ഒരു ടീമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ബിൽഡ് ചെയ്തെടുക്കണം. അതാണ് ഒരു മെയിൻ ആയിട്ട് വേണ്ട ഒരു പ്ലേയേഴ്സിന് വേണ്ടത്. നമ്മളിപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ
നമ്മളെന്താണ് അവിടെ വന്ന് എല്ലാവരും കാണുന്നത്, അവരെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർക്കും ഒരു സീനിയർ പ്ലേയേഴ്സ് അവിടെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷനാണ്. സോ മൈ റിക്വസ്റ്റ് ഈസ് എല്ലാ സീനിയർ പ്ലേയേഴ്സും പോയിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് അവർക്ക് വാച്ച് ചെയ്ത് അവരുടെ കുട്ടികൾക്ക് അവരുടെ ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനെ അവർ അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനും ഒരു നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും, ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, ഒരു ഇമ്പോർട്ടന്റ് ഒരു മോട്ടിവേഷണൽ ആക്ടിവിറ്റീസ് ആണ് ബേസിക്കലി എന്ന് പറയുന്നത്. ഷാലി ഞാൻ ഒന്ന് നിർത്തിക്കോട്ടെ. പറഞ്ഞോ. ഷാലി ഇപ്പൊ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. പണ്ട് ഞങ്ങൾക്ക് ബാറ്റ് ചെയ്യുമ്പോൾ ശിവാട്ടനും നിസാമും സുധിയൊക്കെ അവിടെ ഇരിക്കുമ്പോ നമുക്ക് വേറൊരു രസമായിരുന്നു കളിക്കാൻ. ഒരു മോട്ടിവേഷൻ ആണ് അവരെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒരു അപ്രീസിയേഷൻ. സോ ദാറ്റ് ഇസ് എ ഗുഡ് പോയിന്റ്. ദാറ്റ് ഇസ് വാട്ട് ഐ ആം സെയിങ്. നമ്മൾ അതുകൊണ്ടാണ് ഗ്രൗണ്ടിൽ പോയിട്ട് കുട്ടികളെ വാച്ച് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ശിവാട്ടനാണെങ്കിൽ എല്ലാവരും മൂന്നാണ് ജെ.കെ ആണെങ്കിൽ ഗ്രൗണ്ടിൽ വാച്ച് ചെയ്യുമ്പോൾ നമ്മളവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർ ആ ഹൈ ലെവൽ കളിച്ചാണ്. അപ്പൊ അവരുടെ എടുക്കുന്ന ചെറിയ ടിപ്സും എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ നമ്മളിപ്പം എല്ലാ സീനിയർ പ്ലേയേഴ്സും ആരായി കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന ഒരു ഇതും സപ്പോർട്ടും ഒരു എപ്പോഴും പോയിരുന്ന് ഗ്രൗണ്ടിൽ പോയി ഇരുത്തുക, അവർക്ക് ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യുക. That is one of the good thing I can say. ഗ്രേറ്റ് പോയിന്റ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു യങ് പ്ലെയർ ആണ് ചോദിക്കുന്നത്. ഷോൺ പച്ച under-14 under-16 ഒക്കെ കളിച്ച പ്ലെയർ ആണ്. അപ്പം ഷോണിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷാജിലേട്ടനോടാണ്. ഷോൺ is basically asking a question about Babuka to ഷാജിലേട്ടൻ and about ഷാജിലേട്ടൻ to Babuka. ഷോൺ ചോദിച്ചോളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷാജിലേട്ടനോട്. എന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളും അവരവരുടെ കാലഘട്ടത്തിലുള്ള ഹൈലി ടാലന്റഡ് കളിക്കാരാണ്. അങ്കിൾ ആൾക്കാരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അനീഷ് അങ്കിൾ കുവൈത്തിൽ പോവുകയും അവിടെ നാഷണൽ ടീമിൽ കളിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ പോയത് കേരള ടീമിന് അത്രമാത്രം നഷ്ടമായിരുന്നു. നമ്മളിപ്പം ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ കേരള ക്രിക്കറ്റിന് എത്ര നഷ്ടം നമുക്ക് കേരള ക്രിക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു നമ്മള് പെർഫോമൻസ് നമ്മളെല്ലാ ടൂർണമെന്റ്സിലും നമ്മൾ മാക്സിമം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞാലും ക്രിക്കറ്റിന്റെ കൂടിയും ഇത് കഴിഞ്ഞാലും ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ ഒരു നാഷണൽ ടീമിൽ എത്താൻ പറ്റാത്ത ഒരു പ്രശ്നം വെച്ചാൽ നമ്മളെ പെർഫോമൻസ് സ്റ്റേറ്റ് ലെവലില് അത്ര പെർഫോമൻസ് ആയിരുന്നില്ല. ബേസിക്കലി അപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അറിയാം, ഇപ്പോൾ ഒരു പെർഫോമൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യണം. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് ആ സമയത്ത് ചെയ്യാതെ കൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് വേറെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ആർ ബിഹൈൻഡ് us. സോ ദേ ആർ പെർഫോമിങ്. അപ്പോൾ അവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അപ്പം നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ബിക്കോസ് നമുക്ക് ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് കേരള ക്രിക്കറ്റിന് കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയത്. ബട്ട് സ്റ്റിൽ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾവേസ് ഉണ്ട്. അവിടെ എന്തായി കഴിഞ്ഞാലും ഏത് പാട്ടായി കഴിഞ്ഞാലും കോച്ചിങ് കൊടുക്കാനാണെങ്കിൽ എന്തായാലും നമ്മൾ ഓൾവേസ് ആ രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ സമയത്ത് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രേറ്റ് പോയിന്റ്സ്. അപ്പോ ഷോൺ ബാബുക്കയോടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഷാജിൽ അങ്കിൾ നല്ല ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമല്ല നല്ലൊരു കോച്ചും കൂടിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ സമയത്താണ് അങ്കിൾ ദുബായിൽ പോയത്. അപ്പോൾ ആ നഷ്ടത്തെ എങ്ങനെ നോക്കി കാണുന്നു? അല്ലേ, അപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോ കോച്ചസിന് നല്ല വളരെ ഡിമാൻഡുള്ള സംഭവമാണ്. ഇപ്പൊ ബിജു, നമ്മൾ കളിക്കുന്ന സമയത്ത് ബിജു ചെറുതായി കോച്ച് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഇന്ന് ബിജു എന്ന് പറഞ്ഞാൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കോച്ചാണ്. ഇന്ന് നമ്മളെ മസർ എന്ന് പറഞ്ഞാൽ എന്റെ അങ്കിളിന്റെ മകളുടെ മകനാണ്. ഓക്കെ, ഇന്ന് മസർ എന്ന് പറഞ്ഞാൽ കേരളവും എല്ലാം അറിയപ്പെടുന്ന, കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കോച്ചല്ലേ. അതേപോലെ ഷാജിലും ഇന്ന് ഇവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെ ഹൈ ലെവലിൽ പോകേണ്ട ഒരു ടാലന്റ് ആയിരുന്നു ഷാജിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ പർട്ടിക്കുലർ ആയിട്ടാ ചെയ്യുള്ളൂ, വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുന്നുള്ള എനിക്ക് ഷാജിലിന്റെ ക്യാരക്ടറിന് എനിക്കറിയാം. അതെ, അപ്പോ ഷാജില് പോയ ഒരു നഷ്ടം തന്നെയാണ് ശരിക്കും. ഹലോ 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 കേൾക്കുന്നുണ്ട് പറഞ്ഞോ. ഷാജിൽ പോയത് ഒരു നഷ്ടം തന്നെയാണ്. പിന്നെ ക്രിക്കറ്റ് ആസ് എ ക്രിക്കറ്റർ കട്ടാവുന്നുണ്ട് അല്ലാതെ നമുക്ക് കേൾക്കുന്നുണ്ട്. ബാബുക്ക പറയുന്നത് ക്രിക്കറ്റ് ഷാജിൽ പോയത് എന്ന് വെച്ചാൽ ഓരോ ലെവലില്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവലല്ല സോണൽ ലെവലല്ല സ്റ്റേറ്റ് ലെവലിലല്ല സൗത്ത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ചാൻസ് കിട്ടുന്നത് പുറത്തേക്ക് വരുന്നത്. സഞ്ജു നമ്മളെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് പ്ലെയർ ആണ്, ഇന്ത്യയിലെ തന്നെ ടോപ്പ് പ്ലെയർ ആണ്. പക്ഷെ ഇന്ത്യൻ ടീമിൽ പോകുന്നേരം അതില് ടാലന്റ് അതിലും കൂടുതൽ. അപ്പൊ അതിന് ഒരു ചാൻസ് കിട്ടി ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അടിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ കിട്ടൂല. ഷാജില് ശരിക്കും മിസ് ചെയ്ത്. ഷാജില് സത്യമായിട്ടും നാട്ടിൽ നിൽക്കുന്നതായിരുന്നു എന്റെ ഇതിൽ നല്ലത്. Okay. Next question. Bauka. Thank you for that answer. Next question ഷാജിലേട്ടനോടാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് പ്ലേ വീഡിയോയുടെ സലാമാണ്. അപ്പം ഷോണിന്റെ ഫാദർ ആരാ? ഒരു മിനിറ്റ്, ഷോണിന്റെ ഫാദർ ആരാ? സന്തോഷ് നമ്മളോട് കളിച്ചതാ? അല്ല സന്തോഷ് പച്ച, ടൗൺ CC ക്രിക്കറ്റ് ടീമിന്റെ. ഷാജിലേട്ട, സലാമിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷാജിലേട്ടൻ ലെതർ ബോളിന് പുറമെ ടെന്നീസ് ബോളിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇപ്പൊ UAE-യിലാണെങ്കിലും വളരെ സക്സസ്ഫുൾ ആണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിലും. ഈ രണ്ട് ഫോംസ് ഓഫ് ക്രിക്കറ്റ്, ടെന്നീസ് ബോളും ലെതർ ബോളും, അത് രണ്ടും സെയിം ആണോ അല്ല ഡിഫറെന്റ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷാജിലേട്ടൻ പ്ലേ വീഡിയോ ഒക്കെ വേണ്ടി ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്ലേ വീഡിയോ ഒക്കെ കളിച്ച ഈ ജൂവിനെ പോലെയുള്ള ഒരുപാട് പ്ലേയേഴ്സിനെ ഷാജിലേട്ടൻ ലെതർ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു മെമ്മറീസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്ക്സ് ഷമു. ടെന്നീസ് ബോൾസ് നമ്മള് കളിക്കുന്ന സമയത്ത് ഹാർഡ് ബോൾ ടെന്നീസ് ആയിരുന്നു ആദ്യം വന്നത്, ഒരു രണ്ട് വിക്കി ടെന്നീസ് ബോൾ. ഓക്കെ, ആ സമയത്ത് വന്നത്. അപ്പം എന്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ വെക്കുമ്പോൾ ഞാൻ ഓൾറെഡി അഗ്രസീവായ ബാറ്റിംഗ് സ്റ്റൈലാണ്, ബാറ്റിംഗ് ആണ് വെച്ചത്. സോ അപ്പോൾ എനിക്ക് അത്ര ഡിഫറൻസ് തോന്നിയില്ല. ആ ബോളും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു ഡിഫറെന്റ് അപ്രോച്ച് എടുക്കണം തോന്നിയില്ല. സോ ഐ യൂസ് ടു പ്ലേ വിത്ത് സെയിം നാച്ചർ. അപ്പൊ അതേപോലെ കളിച്ചുകൊണ്ട് എനിക്കത് എന്താ പറയാ, വേറൊരു അപ്രോച്ച് എടുക്കണോ, because it's a short form of game very short on 6 hours 7 hours ആണ്, എന്റേതും ഒരു attacking game ആണ്. So I continue the same. So I don't face any issue on that. So second question, ഷമു പറഞ്ഞത് എന്താണ്, നമ്മള് ആ സമയത്ത് പ്ലേ വീഡിയോ എന്ന് പറഞ്ഞത് ഈസ് ഫേമസ്, ഓൾ കേരള ഫേമസ് ആണ്. നമ്മളെ ടീം എന്ന് പറഞ്ഞാൽ സ്റ്റാർ സ്റ്റേറ്റഡ് ആണ്, എല്ലാം സ്റ്റേറ്റ് പ്ലേയേഴ്സ്, അധികം സ്റ്റേറ്റ് പ്ലേയേഴ്സ് ആണ്. ബേസിക്കലി യു ലൈൻ വിത്ത് അജീർ ഉണ്ടാവും, അസ്മീർ ഉണ്ടാവും, പിന്നെ സൈനൽ ഉണ്ടാവും, പിന്നെ റോമാസ് ഉണ്ട്, പൈച്ചി ഉണ്ട്, ഉമർ വയാസ് ഉണ്ട്, ജൂഹി ഉണ്ട്, സലാം ഉണ്ട്, പിന്നെ ഷിബിത്ത് ഉണ്ട്, സെന്നർ ഉണ്ട്. ആ ലൈനപ്പ് എന്താ പറയുക, ഒരു സ്റ്റാർട്ടഡ് സെന്നറാണ്. അപ്പം അവരെ ടാലന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എന്താ പറയാ, അതൊരു സ്കിൽസ് തന്നെയാണ്. അപ്പൊ അതിൽ കുറെ പേരെ നമുക്ക് എന്താ പറയാ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ചില എക്സാമ്പിൾസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സലാമും ആയിട്ടുള്ള കുറെ നല്ല ഫണ്ണി മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു കാര്യങ്ങൾ പറയാൻ, ഒരു ചെറിയൊരു എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ നമ്മൾ സിറാജിക്ക ഉണ്ടായിരുന്നു, നമ്മുടെ സെക്രട്ടറി സിറാജിക്ക ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ടായിരുന്നു. സിറാജിക്ക നമ്മളെ എല്ലാം കൂട്ടിയിട്ട് ഒരു സ്റ്റുഡൻസ് ബ്രദേഴ്സ് ആണോ അറിയില്ല, ഒരു ടെറിച്ചറി ക്ലബാണെന്ന് അറിയില്ല, ഒരു കൊടുങ്ങല്ലൂരിലേക്ക് ടൂർ പോയി. അപ്പം അതില് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മള് അജീറുണ്ട്, ഷിബിത്ത് ഉണ്ട്, സലാമുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം സലാമിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവര് ഫണ്ണിയാണ്. അപ്പൊ ഇൻസിഡന്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിറാജ് ക ബോൾ ചെയ്ത്, സിറാജ് ഖാനെ ലീഡ് ചെയ്തത്. അപ്പൊ സിറാജ് ക ബോൾ ചെയ്ത് ഫൈനൽ ആയിരുന്നു. ഫൈനൽ സിറാജ് ബോൾ ചെയ്ത്, അപ്പൊ മിഡ് വിക്കറ്റിൽ എവിടെയാണ് സലാം ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. സിറാജ് കുറെ ഫയർ ചെയ്തു സലാം. അപ്പൊ പിന്നെ 2 ഓവർ കഴിഞ്ഞപ്പോ സലാമിന്റെ ബോളില് സിറാജിക്ക് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. സലാം നോക്കി ഒറ്റ ചിരി, ആ ചിരിയിൽ എല്ലാം പോയി. സോ നമ്മുടെ ആ അപ്രോച്ച്, കളിയുടെ അപ്രോച്ച് ഇത് വെരി ഫണ്ണി. പിന്നെ മുനീർ നിങ്ങൾ കാര്യം പറയേണ്ട ആവശ്യമില്ല. മുനീറിന്റെ ഓരോ ഡയലോഗ് കേട്ടാൽ തന്നെ എല്ലാം ചിരിച്ചു പോകും. മറ്റുള്ള ഓപ്പോസിറ്റ് ടീം നല്ല പ്രൊഫഷണൽ ആയിട്ട് കളിക്കുമ്പോൾ ഇവിടെ നിന്ന് അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ടിൽ നമ്മള് ഭയങ്കര എന്താ പറയാ
ഭയങ്കര ഷൂട്ടായിരിക്കും, ഭയങ്കര അഗ്രസീവാണ്. എന്നിട്ട് നമ്മളെ ജയിച്ചോട്ടെ, നമ്മളെ സ്വാൻഡേഴ്സ് തോപ്പിച്ചു ആ മാച്ച്. അപ്പൊ സിറാജ് ഖാന്റെ ഭയങ്കര ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സമയം ആ ഡേറ്റിന് ആ മാച്ചിൽ തന്നെ എന്തോ പറ്റിച്ച് സലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാ ടിക്കറ്റും അന്ന് ബുക്ക് ചെയ്തിട്ട് ഞാൻ സലാമിന് കൊടുത്തു. സിറാജ് ഖാൻ അന്നാണ് ട്രെയിന് പോകേണ്ടത്. സലാം എന്ത് ചെയ്തു, സലാം നേരത്തെ തന്നെ പോയിട്ട് നേരെ ട്രെയിനില്ല ഏതോ ബോഗി കയറി. നമുക്ക് ടിക്കറ്റ് ഇല്ല കയ്യില്. അവിടെ എന്താ പറയാ, സിറാജിക്ക് കുറെ ഫാനായിരുന്നു സിറാജിക്ക്. സിറാജ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടിക്കറ്റ് മൊബൈലായിട്ട് അയച്ചു തന്നിട്ടാണ് തോന്നുന്നു നമ്മൾ അന്ന് എന്താ പറയാ ട്രെയിൻ കയറാൻ പറ്റും. അതോടെ സിറാജിക്ക് മനസ്സിലായി അതെന്താണത്. ഗുഡ് തിങ്. സോ നമ്മുടെ പ്ലേയേഴ്സ് എന്ന് വെച്ചാല് പ്ലേ വീഡിയോയിൽ വെച്ചാൽ എല്ലാവരും ടാലന്റഡ് പ്ലേയേഴ്സ് ആണ്. ഇഫ് യു ലുക്ക് ഇൻ ടു ഫൈസി, സലാം എല്ലാം ഫിസിക്കലി ഫിറ്റ് ആണ്, ഇപ്പോഴും കളിക്കാം. റിയാസ് ഇപ്പോഴും ഫീൽഡിംഗ് കണ്ടുവച്ചാൽ അമേസിംഗ് ആണ്. എല്ലാരും എടുത്തു പറയേണ്ട എന്താ പറയാ, കുറെ ആൾക്കാർ മിസ്സായിട്ടുണ്ട്. സോ I don't want to extend anything. I answered anything. I think I answered your question, right? Yes. Next question അലിയുടേതാണ്, അലിക്കയുടേതാണ്. അലിക്ക ലൈനിലുണ്ട്. അലിക്ക ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും. ഈ രണ്ടുപേരും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് പിന്നെ കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അപ്പം പിന്നെ ഞാൻ ബാബുവിനോട് ആദ്യം ചോദിക്കുന്നത്, ഈ ക്രിക്കറ്റ് കളിച്ചതിലെ ബാബുവിന് പിന്നെ ശരിക്ക് ബാബു എന്താണ് ഈ ഗെയിമിലൂടെ പഠിക്കാൻ സാധിച്ചത്? അത് എന്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എങ്ങനെയാണ് എഫക്ട് ചെയ്തത്? അതാണ് ബാബുവിനോടുള്ള ചോദ്യം. തീർച്ചയായിട്ടും ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഗെയിമാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ചില സമയത്ത് നമ്മളെ ലൈഫിലായാലും ക്രിക്കറ്റിലായാലും ഇപ്പൊ ഇന്ന് സെഞ്ചുറി ഞാൻ പറഞ്ഞില്ലേ, 2 സെഞ്ചുറി അടിച്ച് 3ാമത്തെ സെന്റ് ജോസിലെ മാഷൊക്കെ വന്നപ്പോ ഞാൻ 0 അടിച്ചു. അപ്പൊ ഞാൻ വളരെ ഡൗൺ ആയി, ശരിക്കും ഡൗൺ ആയി. അതായത് എന്റെ ടീച്ചേഴ്സൊക്കെ ആദ്യമായിട്ടാണ് ഗെയിം കാണാൻ വരുന്നത്. അപ്പൊ ഞാൻ ഡൗൺ ആയപ്പോ മാഷ് വന്ന് എനിക്ക് വന്ന് രാമേന്ദ്ര മാഷ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഒന്നും പ്രശ്നമില്ല, അത് അടുത്ത മാച്ചിൽ തിരിച്ചടിക്കും നീ. ഓക്കെ, അപ്പൊ ഇത് ക്രിക്കറ്റ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ഗെയിമാണ്. അപ്പം അത് എന്നെ വല്ലാതെ എന്റെ ലൈഫിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എങ്ങനെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഇന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹിസ്റ്ററിയാണ്. അപ്പൊ നാളത്തേക്കുള്ള ഞാൻ നോക്കണം. ഇപ്പൊ നാളെ ഞാൻ മാച്ചിൽ സ്കോർ ചെയ്തില്ല, അല്ലെങ്കിൽ നാളെ ഞാൻ എന്റെ വർക്കിൽ പെർഫോം ചെയ്തില്ല, അതെന്റെ കരിയറിൽ എഫക്റ്റ് ആവും തീർച്ചയായിട്ടും. ഒന്നിക്ക വർക്കിൽ ചെയ്തില്ല എന്റെ ബോസ് ചീത്ത പറയും, ക്രിക്കറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താവും. അപ്പൊ എനിക്ക് ആ ക്രിക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗൺ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ക്രിക്കറ്റിന് കിട്ടിയ ആ സപ്പോർട്ട്, എവിടെയും കയറിയിട്ട് എന്തും സംസാരിക്കുക എന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്റെ ബൂസ്റ്റ് ആയിട്ടുണ്ട്, വളരെ നന്നായിട്ട് ബൂസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ജോബിലും എപ്പോഴും ഞാൻ അതാ ചെയ്യല്. ഇപ്പൊ ഇന്ന് ജോബ് ഡൗൺ ആണെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങൾ, പണ്ട് നല്ലതായിട്ട് ചെയ്ത കാര്യങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കും എപ്പോഴും. ഓക്കെ, അപ്പൊ എന്റെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയും ബൂസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം ഇതൊക്കെ കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ക്രിക്കറ്റിലൂടെയാണ്. ക്രിക്കറ്റില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ ക്രിക്കറ്റ് വളരെ വളരെ എന്നെ സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും, ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗണില് എങ്ങനെ ചെയ്യണം. പക്ഷെ ഇന്ന് കോവിഡ് കാലമാണ്, എല്ലാവർക്കും അറിയാം. ഇന്ന് വളരെ വിഷമിച്ചിട്ടുള്ള സമയമാണ് എല്ലാവരും, ഞാനായാലും നീയായാലും എല്ലാവരും, അല്ലെ? നെക്സ്റ്റ് ഫ്യൂച്ചർ നമുക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. ഇപ്പം വളരെ ടെൻഷനിൽ പോകുന്ന സമയമാണ്. ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കോൺഫിഡൻസ് ലെവല് മാക്സിമം. ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ, അല്ലേ? Yes, definitely. Wish you good luck, Babu. Thank you so much. My next question is to my beloved friend Shajil. Shajil, I remember that you have been a very aggressive player, and I remember that one of your state matches against Goa, you scored a quick fire 44 or 49. I don't remember exactly, but I think it's 49. And you, in which in that innings, you scored 4 sixes and 4 or 5 fours. Okay, then you got out on 49. But that was a really defining moment in your life, I think, in your cricket life. So, do you think that you should have controlled your emotion bit? Okay, then go on to make a century or 80 or 90, so you could have sealed a
sport in a Ranji Trophy team. In my opinion, that was a defining moment in your life. If you had controlled your aggression a bit more, you would have scored really maybe 100 or even more than that. So what's your take on that incident? Ali, what you said is exactly correct, true. It is true that I should, control my emotions. That is why we are, differentiating, with other players. How they are, building big scores. So that we need to identify, that we need to, learn from, our seniors. Just like, the Sunla Aziz example, I can quote the Sunla Aziz, how he built the score. So when you got that much of score, then we need to think about the next phase. We have to face the phase. So I should have controlled it that one, because that is a flow, because I got it continuous 2, 3, 4 in I remember that case, and I got it out in the long run itself. I would have scored around 18, 90. I could have selected in the Ranji Trophy that selection. But as you said, and not only these cases, not just several scenario it happened to me. Certain cases because of my aggression, I lost my wicket. So I should, I need to, control our emotion a little bit. And ഞാൻ കുറച്ചും കൂടി control കുറച്ചിട്ട് കുറച്ചും കൂടി ഒരു stabilize ചെയ്തിട്ട് a movement wise എടുക്കേണ്ട, because that is what I'm saying, we are lacking certain things, we are lacking that time. So nobody was guide us. So that is one of the point we could not make it in എന്താ പറയാ നല്ലൊരു മാച്ചസ് സ്കോർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് സ്കോർ ചെയ്യാതെ ഇതാണ് ആ പേഷ്യൻസ് ബിൽഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയില്ല. ദാറ്റ് ഈസ് ബാബു പറഞ്ഞ ബാബുവിനും ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത്, അതുകൊണ്ടായിരുന്നു കുറെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. Now, but when it comes to our people, just like Salman and Akshay, അവരൊക്കെ കുറച്ചും കൂടി അവർക്ക് കാണുന്നുണ്ട് അവർ ആ ഒരു കോൺഫിഡന്റ് മോട്ടിവേഷൻ. സോ ദാറ്റ് ഓൾ കംസ് ടു യുവർ ട്രെയിനിങ്. ട്രെയിനിങ് ഇപ്പോൾ മസറും ആ സമയം മസറിന് കോച്ചിങ് സെല്ലിനോട് കുറേ നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ആ ഒരു ട്രെയിനിങ് നമുക്ക് ഇൻവിറ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അരിയുടെ പോയിന്റ് കറക്റ്റ് ആണ്, വൈറ്റൽ പോയിന്റ് ആണ്. നമ്മളിപ്പോൾ അഗ്രസീവ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതാണ് നമ്മൾ പറയുന്നത് ഇമോഷൻസ്. നമുക്ക് ചില സമയം ഒരു കോച്ചസിന്റെ റോൾ അവിടെ ഉണ്ട്. ഒരു ഇമോഷണൽ കൂടുമ്പോൾ നമ്മൾക്ക് ഒരു പ്ലെയറെ ഇമോഷണൽ കുറച്ച് കൊണ്ടുവരണം. നമ്മൾ ഇമോഷൻസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ആൻസൈറ്റി കൂടുമ്പോൾ കുറച്ച് വരണം, കുറഞ്ഞു വരുമ്പോൾ കൂട്ടി വരണം. ദാറ്റ് ഇസ് ദ റോൾ ഓഫ് എ കോച്ച്. അതേപോലെ തന്നെ അത് കോച്ചസ് ചിലപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും ഒരു പ്ലെയർ അത് കൺട്രോൾ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോൾ അഗ്രസീവ് ആയി കഴിഞ്ഞാൽ എങ്ങനെ അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയണം, എന്നിട്ട് നമ്മൾ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം, എന്നിട്ട് എങ്ങനെ ഒരു ലോങ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യണം. That is the point. That is one of the skills every player has to be built. Ali, I'm sure answer your question. Yeah, absolutely. I mean, all the listeners, what I would like to talk about these two gentlemen, they are the class apart from all the other tertiary batsmen. Because I'm not telling this just because they are in front of me, but they are truly class. And as far as Shardul is concerned, one of the saying, as per one of the sayings, elephant doesn't know what elephant is. That is what Shardul was. I remember many times I used to go and tell him personally, many times, Shardul, be confident, go and play your game. But sometimes Shardul is a laid back character. I remember one of the interzone intercollegiate match at university ground. Shardul did not score first two matches, but Shardul was down because he was so desperate that he wanted to score runs. Then I knew that Shardul one day will come back, I'm sure. Then on that match, absolutely I remember it, against St. Thomas, we scored around 300 runs. Okay, we were champions that university champions. And Shardul was reluctant to forward on. Finally, we pushed him to go and bat. And that match, exactly the same thing happened. Shardul scored around 60 odd runs in a quick time, like around 20-30 balls. He scored around 5 sixes he hit, and everybody was helter-skelter. So that was Shardul actually. But Shardul always, he undervalued himself. This is what his problem is. That's as Shardul himself said, this is where the coach's importance is there, to make him understand what is your game, to understand what level of skill you have it, and things like that, to control your emotions and things like that. But as far as Babu is concerned, he is totally a different class. Babu has every technique he has.
and I'm confident that he's one of the few batsmen who can play, who can pull shot at will. I have tested him many times, and I'm quite 100% sure that he's one of the the best player against fast bowling. And he bats spin also well, but against fast bowling, he's one of the best. And I remember one of the at this time, മൈസൂരിന്റെ yeah. കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. Yes, that's what I'm coming into. Actually, Babu, I mean, probably I don't know how well he could explain what a player he was. He was in his prime through this one. I don't think he explained it well. But as a friend, as a co-player, I can tell that Babu was one of the class players, no doubt. But some of the innings which he plays, he can single-handedly win matches. That I've seen many times. One of the incidents I'll tell you that ഞാനും ബാബു ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ടൂർണമെന്റിൽ നമ്മളെ മൈസൂരിലെ ഒരു ടൂർണമെന്റിൽ നമ്മളൊരു എൻ്റെ ഒരു റിലേറ്റീവിന്റെ കെയർ ഓഫില് അയാളായിരുന്നു. he was a businessman. He's still a businessman, and he has a very good team, and so he was calling everybody. I mean, all the top players. Saeed Mushir Ahmed was our captain, and two or three players, they were bringing it from. They were planning to take it from Delhi. And incidentally, it was me and Babu. I played previous year also that tournament. So that time I suggested them that we have a player called Babu. He's superb. Then, okay, me and Babu started going there. And then once we, Mysore എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഇവിടുന്ന് രാത്രി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് അവിടെ എത്തും. അപ്പൊ അന്ന് നമ്മളെ മാനേജർ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചക്കാണ് മാച്ച്, 30 hours മാച്ചാണ്. അപ്പൊ ഞാനും ബാബു വന്ന് രാവിലെ ഇറങ്ങിയ പാട് പിന്നെ ടോഷെല്ലാം അടിച്ച് നേരെ പിന്നെ ഉറങ്ങാൻ പോയിട്ട് അറൗണ്ട് ഒരു 8:45 ആയപ്പോണ്ട് ഭയങ്കര മുട്ടുന്നു. അപ്പൊ ബാബുവിന്റെ ബൈ നേച്ചർ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ക്രെയിനിട്ട് പൊക്കിയപ്പോലെ അവൻ എണീക്കില്ല, അങ്ങനത്തെ സാധനം. അങ്ങനെ ഞാൻ ഇവനെ ഉരുട്ടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞ എണീക്ക്, നമുക്ക് മാച്ച് ഉണ്ട്, പോകണം, അവരിപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവന് മര്യാദക്ക് പല്ലവരെ വെച്ചിട്ടില്ല. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവാണ് ഞാനും ബാബു. അപ്പൊ നമ്മള് ദൂരത്ത് കാണുന്നത് നമ്മൾ ഓൾറെഡി പിന്നെ ടോസെല്ലാം കഴിഞ്ഞ് കളി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ബാബുവിനോട് നമ്മളെന്തോന്ന് ബാറ്റിംഗ്, കാരണം എനിക്കറിയാം ഞാൻ ആ ടീമിന് അതിന്റെ 30 വർഷം കളിച്ചുകൊണ്ട് എനിക്കറിയാം അവരെ പ്ലേയേഴ്സിനൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ബാറ്റിംഗ് ആണ്, പിന്നെ സെയ്ദ് മുഷീർ അഹമ്മദ് ബാറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ നീ ഒരു കാര്യം വേഗം ഡ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവ ശരിക്കും കണ്ണുവരെ തുറന്നിട്ടില്ല. അപ്പൊ ബൈ ദാറ്റ് ടൈം ഇറ്റ് വാസ് ഓൾറെഡി 14 hours gone. So as soon as Babu completed his padding, the next wicket has gone. So he was just standing there. So somebody said, okay, Babu, go. So Babu എന്താ പറഞ്ഞാൽ അന്ന് എക്സസൈസ് ചെയ്തിട്ടില്ല, ഒന്നും ഇവൻ മര്യാദക്ക് നടന്നിട്ട് പോലും ഇല്ല. ബാബു വളരെ പിന്നെ ഇതായിട്ട് ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഗ്രൗണ്ടിൽ നിന്നാണ് അവൻ ടൈപ്പാഡ് വരെ ശരിയാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ തൊട്ടിട്ട് ആ മാച്ച് ആരോടോ ദേഷ്യം, ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യായിട്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ബോൾ തൊട്ടിട്ട് ലാസ്റ്റ് 95 റൺസ് വരെ ഇവൻ അടിച്ച അടി എനിക്കിന്നും മറക്കാൻ പറ്റില്ല. കാരണം ഞാനും ബാബുമായിട്ട് അതിന്റെ ഇടയിൽ ഒരു 40 runs പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ബാബുവിനെ ആ സെഞ്ചുറി തേക്കണമെങ്കിൽ ലാസ്റ്റ് ബോളിൽ 6 വേണമായിരുന്നു. 4 അടിച്ചാൽ 99 ആണ്. അപ്പൊ ഞാൻ ബാബുവിനോട് പറഞ്ഞ്, ബാബു ലാസ്റ്റ് ബോൾ 6 അടിച്ചാൽ സെഞ്ചുറിയാണ്, അപ്പം പിന്നെ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രൗണ്ടിലും കുറച്ച് വലുതാ, പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് പോലീസ് ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരുന്നു മൈസൂർ. സത്യം പറഞ്ഞാൽ ആ ഫാസ്റ്റ് ബോളർ വന്ന് കറക്റ്റ് ഒരു ഔട്ട് സിംഗറിനെ ട്രൈ ചെയ്തു, പക്ഷെ ഓർപ്പിച്ചായി. ബാബു സ്ട്രേറ്റ് 6 ബാക്ക് ഫുട്ടിലൊന്നും അടിച്ചേ, സ്ട്രേറ്റ് 6 അടിച്ചിട്ട് തിരിഞ്ഞു നോക്കില്ല, പിന്നെ ഉറപ്പാ 100 ആണ്. അപ്പൊ ഞാനാണ് നോക്കുന്നത് 6 വീണോ ഇല്ലെന്നല്ലേ. സത്യം പറഞ്ഞ ഗ്രൗണ്ട് കംപ്ലീറ്റ് എണീച്ച് കൈ അടിച്ച ഒരു മാച്ച് ആയിരുന്നു അത്. ഐ വിൽ നെവർ എവർ ഫോർഗെറ്റ്. കാരണം അങ്ങനെ ഒരു ഇന്നിങ്സ് ഒരു പിന്നെ കേരള ക്രിക്കറ്റിൽ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു ഇന്നിങ്സ്. കാരണം അതിനുശേഷം നെക്സ്റ്റ് മാച്ച് ഇവൻ 100 അടിച്ചു. ആ ടൂർണമെന്റ് ഞാൻ ഇവനോട് പിന്നെ ഞാൻ ഇവന് പിന്നെ പോകുന്ന സ്ഥലത്ത് ഇവനോട് പറയടാ ബാബു, ഇത് സാധാരണ ടൂർണമെന്റ് അല്ല, അതായത് പിന്നെ ഇതൊരു വളരെ സീരിയസ് ടൂർണമെന്റ് ആണ്, ഗോൾഡൻ കപ്പാണ്, പിന്നെ അതുകൊണ്ട് നീ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കളിക്കണം. അപ്പൊ ഇവന് അതും ഒരു തമാശയായിരുന്നു. തമാശ കളിച്ച് മാൻ ഓഫ് ദി സീരീസ്, മാൻ ഓഫ് ദി ഫൈനല് എല്ലാം ഇവൻ അടിച്ച ആ ടൂർണമെന്റിൽ. അത് ഐ വിൽ നെവർ എവർ ഫോർഗെറ്റ് ദാറ്റ്. കാരണം അങ്ങനത്തെ ഒരു ഇന്നിങ്. അതുപോലെ ഫൈനലിൽ ഇവന് പിന്നെ കളിക്കാൻ പോകുന്നവരെ തന്നെ ഇവൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഇവൻ പോകുന്നവരും പറഞ്ഞു എന്റെ സ്കോർ ചെയ്യുന്നതിന്റെ ഒറ്റ പോയത്. അന്ന് 100 അടിച്ചു, പിന്നെ തിരിച്ച് നോട്ട് ഔട്ട്, അന്ന് 105 106 നോട്ട് ഔട്ട് അടിച്ചു വന്നു.
എന്നിട്ട് സത്യം പറഞ്ഞ ആ കർണാടകയിലെ എല്ലാ പ്ലേയേഴ്സും സത്യം ഇവനെ റേറ്റ് ചെയ്ത ആ രീതി കണ്ടിട്ട് ഞാൻ വെച്ച് എടാ ഈ മാച്ച് ഒരു സ്റ്റേറ്റ് തലത്ത് കണ്ടിരുന്നെങ്കിൽ സത്യം പറഞ്ഞ് ഇവനെ സ്ട്രൈറ്റ് അവേ ഇവൻ രഞ്ജി ട്രോഫി അന്നേരം കളിച്ചിട്ടുണ്ടാവുമായിരുന്നു. അപ്പം അതായിരുന്നു ബാബുവിന്റെ ഒരു പിന്നെ ആ ഒരു ഇന്നിങ്സ്. അലി അന്ന് എനിക്ക് ബെല്ലെന്നൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, അതന്നെ 2-3 ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു. അല്ല അതല്ല, ഞാൻ അതിന് ശേഷം ഒരു 10 ഇപ്പൊ കുറച്ചും ഒരു 5-8 കൊല്ലം മുമ്പേ നമ്മളെ പിന്നെ ഞാൻ പറഞ്ഞ എന്റെ റിലേറ്റീവിന്റെ കെയർ ഓഫിലാണ് നമ്മളൊക്കെ പോയെന്നുള്ള അയാളെ മോളെ കല്യാണത്തിന് വന്നപ്പോ ഈ മൈസൂരിലെ പഴയ പട്ടാണികൾ മൊത്തം തലശ്ശേരിയിൽ വന്നിട്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ട ഉടനെ ഫസ്റ്റ് ചോദ്യം എന്നെ ഗ്രീറ്റ് ചെയ്ത് ഹഗ് ചെയ്തു. പിന്നെ ചോദിച്ചത് അനീസ് ബാബു എവിടെയെന്ന് ചോദിച്ചത്. അവര് 10-30 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അബ്രാർ ഖാൻ എന്ന് പറഞ്ഞ പ്ലെയർ എന്നോട് ചോദിക്കുക ഒരു അനീസ് ബാബു. അതുപോലെ ഞാൻ സൗദിയിലുള്ള സമയത്ത് പിന്നെ അന്ന് നമ്മൾ ഒരുമിച്ച് കളിച്ച ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. പിന്നെ മൈസൂർ യൂണിവേഴ്സിറ്റിയൊക്കെ കളിച്ച പ്ലെയറാണ്. ജൂനിയർ സ്റ്റേറ്റ് പിന്നെ കർണാടക കളിച്ചിരുന്നു തോന്നുന്നു. അപ്പൊ അവന് കുറെ കാലം ശേഷം ഞാൻ സൗദിയിൽ നിന്ന് ഒരു മാച്ച് കളിക്കാൻ പോകുമ്പോൾ യാദൃശ്യമായിട്ട് കണ്ടപ്പോ എന്നോട് ഫസ്റ്റ് ചോദിച്ച ബാബുവിനായിരുന്നു. കാരണം അതാണ് ദാറ്റ് വാസ് ദ ഇമ്പാക്ട് ഓഫ് ദാറ്റ് ഹോൾ പിന്നെ ടൂർണമെന്റ് ആക്ച്വലി. അതൊന്നും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പല ആൾക്കാരുടെ ബാറ്റിംഗ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതുപോലത്തെ ഒരു ഇമ്പോസിങ് ഇന്നിങ്സ് ആ ഹോൾ ടൂർണമെന്റ് ബാബു കളിച്ചത് ഐ വിൽ നെവർ ഫോർഗെറ്റ്. കാരണം thank you Alika. Thank you for your kind words, Mr. Ali. Yes, appreciate it. Thank you Ali. നിന്നെ കാണാൻ ഒരു ഹൈദരാബാദിനെ പോലെ ഉണ്ട് കേട്ടോ ഇപ്പൊ. Okay, so questions ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. We'll wind up now. Before I go to vote of thanks, anything that you guys want to add? Yeah, Shamu, I just want to add one more thing. I want to mention നമ്മളെ കളിക്കുന്ന സമയത്തുള്ള നമ്മളെ 2 ആൾക്കാരെ ഇത് മെൻഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന് മക്കിസാര കോച്ചിങ് ക്യാമ്പ്, ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടന്റ് ഫോർ us. ഓക്കെ, ആൻഡ് നമ്മുടെ ബിൽഡിങ്സും എല്ലാം ശരിക്കും ഗ്രൂം ചെയ്തത് മക്കിസാറായിരുന്നു. അതേപോലെ ബാബു സാറിന്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്കിൽസും നമ്മളെ പ്രാക്ടീസിനും കിട്ടിയിരുന്ന ആ സമയത്ത്. ഒരു 3 ക്യാമ്പ് ഉണ്ട് ഒരു ഇയറിൽ. സോ ഡെഫിനറ്റ്ലി അതൊരു പ്രാക്ടീസും നമ്മുടെ ഒരു സ്കിൽ ഡെവലപ്മെന്റിന്റെ ക്യാമ്പായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക സെലക്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്ന നൗഷാർ ഉണ്ടായിരുന്നു, രാജശേഖർ ഉണ്ടായിരുന്നു, റജി ഉണ്ടായിരുന്നു, പിന്നെ രമേശ് ആട്ടൻ, അബൂക്ക, ഇവരെപ്പോൾ നമ്മുടെ സെലക്ടേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ സെലക്ടേഴ്സ് ആയിട്ടും മെന്റേഴ്സ് ആയിട്ടും എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഇവരുണ്ടായിരുന്നു. സോ ഐ നീഡ് ടു മെൻഷൻ ഓൾ ദീസ് നെയിം ഇൻ ദിസ് ടൈം. Babu, you want to add anything? ബാബുക്ക എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷനും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സ്റ്റുഡൻറ് സ്പോർട്ടിംഗ് ക്ലബ്ബ്, പിന്നെ സെന്റ് ജോസഫ് ബാലമാസ്റ്റർ, പിന്നെ ഷാലു പറഞ്ഞ മക്കിയാക്ക, ബാബു അച്ചാറത്ത്, ഇവരൊക്കെയാണ് നമ്മളെ ഫീൽഡിംഗ് ഒക്കെ ശരിയാക്കി തന്നത്. എല്ലാവർക്കും വളരെ എന്താ പറയാ, അവരില്ലെങ്കിൽ നമ്മൾ എവിടെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ആ സമയത്തുള്ള ആബുഖാനെ പറ്റി എന്തായാലും പറയണം. ആബുഖ, പിന്നെ നമ്മുടെ ഒരു കാണിയായ അമീദ് ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഭയങ്കര ഫാനായിരുന്നു ആ പുള്ളി. പോക്കർക്ക, ഇവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇസാക്ക, അബ്ദുള്ളക്ക, സൈബൂസ് അബ്ദുള്ളക്ക, ഇവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവര് തന്ന സപ്പോർട്ടാണ് നമ്മളെ ക്രിക്കറ്ററായിട്ട് വന്നത്. അപ്പം എല്ലാവർക്കും ഈ കിസ്സ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ആ പേര് വളരെ അട്രാക്ട് ആയിട്ടുണ്ടായിരുന്നു. കിസ്സ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വളരെ അടുപ്പുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന സംഭവമാണ്. വീട്ടിലിരുന്ന് എല്ലാരായിട്ടും പിന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ടെല്ലാം പറയുന്ന സംഭവമാണ് കിസ്സ. നല്ല പേര് വളരെ അട്രാക്റ്റീവ് ആണ്. വളരെ നല്ല പ്രോഗ്രാമാണ്. എസ്സാക്കിനും അനീസിനും മറ്റെല്ലാവർക്കും താങ്ക്സ്. Shamu, I just want to add one more thing before winding it. നമ്മൾ അസോസിയേഷനിലുള്ള താങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ അസോസിയേഷനിൽ നമുക്ക് ഇനി സംസാരിക്കുമ്പോൾ അവർക്ക് സജഷൻ ചെയ്യാൻ കൊടുക്കാൻ പറ്റത് നമ്മുടെ CDC ലീഗില് നമ്മളിനി മുതൽ ഒരു 2 day മാച്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്കുള്ള ആ പേഷ്യൻസും ആ ലോങ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനുള്ള കഴിവും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് എ ലോങ് പെൻഡിങ് ജ്യൂസ് ആണ്. നമ്മൾ കുറെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റും ആ ഒരു എന്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്ലേയേഴ്സിനെ നമുക്ക് ഈ 2-3 പ്ലേയേഴ്സ് മാത്രം പോരാ രഞ്ജി ട്രോഫി.
ഇപ്പോൾ ഉള്ളത് സൽമാൻ നിസാർ, അക്ഷയ് ഖാൻ, അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ പ്ലേയേഴ്സ് വരണം. കാരണം വേണമെങ്കിൽ നമ്മുടെ മാച്ചസ് കൂടെ കോമ്പറ്റേറ്റീവ് ആണ്. കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ എല്ലാ ടീംസിലും നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെയുള്ള ഒരു ഡിസൈൻ, ഒരു എഫക്റ്റീവ് ഡിസൈനും ഒരു ടൂർണമെന്റ് മാച്ചിന്റെ സ്കെഡ്യൂളും വെച്ചിട്ട് ഉള്ള ഒരു പ്രപ്പോസൽസും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്. ദാറ്റ് ഈസ് മൈ റിക്വസ്റ്റ് ടു CDCA. താങ്ക്സ് ഷാജിലേട്ട, താങ്ക്സ് ബാബുക്ക. വിത്ത് ദാറ്റ് ഞാൻ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് നമ്മുടെ കോസ്മോസ് ക്രിക്കറ്റ് ക്ലബിന്റെ ഫലീലാണ്. ഹായ്, ഐ ആം ഫലീൽ. ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് കിസിയുടെ 7ാമത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ ഇന്ന് സൂം മീറ്റിങ്ങിൽ പങ്കെടുത്തവർക്കും വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടാകും. കാരണം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള 2 താരങ്ങളെയാണല്ലോ. തലശ്ശേരിക്ക് അഭിമാനമായ 2 താരങ്ങൾ, അനീഷ് കെയും ഷാജിലേട്ടനും. ഇപ്പോൾ ക്രിക്കറ്റ് കിസ എന്ന എപ്പിസോഡ് ഓരോ എപ്പിസോഡ് കഴിയുന്നവരും സൂപ്പറായി വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടുള്ള പഴയകാല ഓർമ്മകളും ഇപ്പോഴുള്ള ഓർമ്മകളും പിന്നെ ഇവർക്കറിയാവുന്ന ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇവർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അത് നമ്മുടെ യുവതാരങ്ങൾക്ക് വളരെയധികം പ്രചോദനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച നമ്മുടെ അനീഷിനെയും ശംഭുവിനെയും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതുപോലെ ഇന്ന് നമ്മുടെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ പഴയകാല രഞ്ജി ട്രോഫി പ്ലെയറായ നാരായൺകുട്ടി സാറാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു നിറം പകർന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് പങ്കെടുത്ത നമ്മുടെ ഷാജിലേട്ടനും അനീഷ് കക്കും നാരായൺകുട്ടി സാറിനും അതുപോലെ സൂം മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും ക്രിക്കറ്റ് ലവേഴ്സിൻ്റെ പേരിലും ക്രിക്കറ്റ് കിസയുടെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.